ഹലോ സുഹൃത്തുക്കളെ, ഇന്ന് രാത്രി നമ്മൾ സഞ്ചരിക്കുന്നത് 1872 പിറന്ന ഒരു മനോഹര പ്രണയകാവ്യത്തിലൂടെയാണ്. 19-ാം നൂറ്റാണ്ടിലെ മലബാറിൻ്റെ സാംസ്കാരിക ഭൂപടത്തിൽ ഭാവനയുടെ വർണ്ണങ്ങൾ കൊണ്ട് മനോഹരമായ ഒരു പ്രണയകാവ്യം എഴുതപ്പെട്ട സമയമാണത്. കഥ നടക്കുന്നത് അറേബ്യൻ രാവുകളിലെ കഥകളെ ഓർമ്മിപ്പിക്കുന്ന ഒരു സാങ്കല്പിക രാജ്യത്താണ്. പക്ഷേ ഈ കഥയ്ക്ക് നമ്മുടെ സ്വന്തം നാടുമായി, മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയുമായി അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. കാരണം ഈ പ്രണയകാവ്യം രചിച്ചത് മലയാളികൾക്ക്, പ്രത്യേകിച്ച് മാപ്പിളപ്പാട്ട് ആസ്വാദകർക്ക് ഏറെ പ്രിയങ്കരനായ മഹാകവി മൂയിൻകുട്ടി വൈദ്യരാണ്. ബദ്രുൽ മുനീർ, ഹുസ്നുൽ ജമാൽ എന്ന ഈ കാവ്യം അന്ന് മലബാറിലെ കല്യാണ വീടുകളിലും സായാഹ്നങ്ങളിലും ഒരുപോലെ മുഴങ്ങിക്കേട്ടിരുന്നു. ഇനി നമ്മുടെ കഥയിലെ പ്രധാനികളെ പരിചയപ്പെടാം. ആദ്യത്തെയാൾ ബദ്രുൽ മുനീർ, നമ്മുടെ കഥാനായകൻ. രാജ്യത്തെ പ്രധാനമന്ത്രിയുടെ മകനാണ്. പേരുപോലെ തന്നെ പൂർണ്ണചന്ദ്രൻ, കാണാൻ അതിസുന്ദരൻ, ധൈര്യശാലി, ബുദ്ധിമാൻ. രണ്ടാമത്തെയാൾ ഹുസ്നുൽ ജമാൽ, സൗന്ദര്യത്തിൻ്റെ പൂർണ്ണത എന്ന അർത്ഥം വരുന്ന പേരുള്ള രാജകുമാരി. രാജാവിൻ്റെ ഒരേയൊരു മകൾ, സൗന്ദര്യത്തിലും സ്വഭാവത്തിലും എതിരാളികളില്ലാത്തവൾ. ഇരുവരും ഒരുമിച്ചാണ് വളർന്നത്. കൊട്ടാരത്തിൻ്റെ അകത്തളങ്ങളിലും പൂന്തോപ്പുകളിലും അവരുടെ ചിരിയും കളികളും നിറഞ്ഞു നിന്നു. കാലം മുന്നോട്ടു പോയപ്പോൾ ആ സൗഹൃദം പതിയെ പ്രണയത്തിനു വഴിമാറി. ഈ കഥ അവരുടെ പ്രണയത്തിൻ്റെ തുടക്കത്തിൽ നിന്നും ആരംഭിച്ച് അവർ നേരിടേണ്ടി വരുന്ന അപ്രതീക്ഷിതവും അതിസാഹസികവുമായ സംഭവങ്ങളിലൂടെ കടന്നുപോകും. ഒരു രാജാവിൻ്റെ എതിർപ്പിൽ തുടങ്ങി ഒരു ചതിയിലൂടെയുള്ള നാടുവിടൽ, ജിന്നുകളുടെയും മാലാഖമാരുടെയും അവിശ്വസനീയമായ ലോകത്തേക്കുള്ള ഒരു യാത്ര, വർഷങ്ങൾ നീണ്ട വിരഹം, പുതിയ പ്രണയാഭ്യർത്ഥനകൾ, അതിജീവനത്തിനായുള്ള പോരാട്ടങ്ങൾ. ഒടുവിൽ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് അവർ വീണ്ടും കണ്ടുമുട്ടുന്നതുവരെയുള്ള ഒരു വലിയ യാത്രയാണിത്. ഓരോ നിമിഷവും എന്ത് സംഭവിക്കുമെന്ന ആകാംക്ഷ നിലനിർത്തുന്ന സ്നേഹവും വിരഹവും ചതിയും പ്രതികാരവും എല്ലാം ചേർന്നൊരു കഥ. ഈ കഥയിലേക്ക് ആഴ്ന്നിറങ്ങുന്നതിന് മുൻപ് കൊട്ടാരത്തിലെ ഒരു നിലാവുള്ള രാത്രി, മുറ്റത്ത് വെണ്ണക്കൽ തൂണിൽ ചാരി നിന്ന് ഭാവിയെക്കുറിച്ച് സ്വപ്നങ്ങൾ കാണുന്ന ബദ്രുൽ മുനീറിനെയും ഹുസ്നുൽ ജമാലിനെയും ഒന്ന് മനസ്സിൽ സങ്കല്പിച്ചു നോക്കൂ. ആ ഒരു ദൃശ്യം മതി ഈ കഥയുടെ ആത്മാവിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകാൻ. ബദറായി മിന്നും മുനിറേ, ഹുസ്നിൻ ജമാൽ നൂറേ, ഖൽബിലെ കിതാബിൻ ഇശ്ഖിൽ ഹബീബേ. ബദറുൽ മുനീർ, ഹുസ്നുൽ ജമാൽ, ഒന്നായി ചേർന്നു കാലം പാടും പ്രണയമായി, ദുനിയാവിൻ ഇതിഹാസമായി. ബദറുൽ മുനീർ, ഹുസ്നുൽ ജമാൽ. ഒരു മിനിറ്റ് സുഹൃത്തുക്കളെ, കഥ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം. നിങ്ങൾ ഈ രാത്രി യാത്രകൾ ശരിക്കും ആസ്വദിക്കുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സ്ലംബർ സാഗ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾ എവിടെ നിന്നാണ് ഇത് കേൾക്കുന്നത്, ഇപ്പോൾ അവിടെ എത്ര സമയമായി എന്നതിനെക്കുറിച്ച് ഒരു കമൻ്റ് ഇടുക. കാരണം ആരൊക്കെ എവിടെ നിന്നൊക്കെയാണ് ഈ കഥ കേൾക്കുന്നതെന്ന് എനിക്ക് അറിയാൻ താല്പര്യമുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ബെഡ്റൂം ലൈറ്റുകൾ ഡിം ചെയ്യുക. നല്ലൊരു പശ്ചാത്തല ശബ്ദത്തിനായി ആ ഫാൻ ഓൺ ചെയ്യുക. ഇന്ന് രാത്രിയിലെ ഈ യാത്രയിലേക്ക് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം. മഹാസമുദ്രത്താൽ ചുറ്റപ്പെട്ട ഒരു വലിയ രാജ്യത്തിൻ്റെ വിശാലമായ കൊട്ടാരക്കെട്ടുകൾക്കുള്ളിലാണ് നമ്മുടെ കഥ ആരംഭിക്കുന്നത്. ആ രാജ്യത്തിൻ്റെ പേരോ അത് ഭരിക്കുന്ന രാജാവിൻ്റെ പേരോ ചരിത്രത്തിൽ അത്ര വ്യക്തമായി പറയുന്നില്ല. കാരണം ഇത് ഭാവനയിൽ വിരിഞ്ഞൊരു കഥയാണ്. പക്ഷേ ആ കൊട്ടാരത്തിലെ ഓരോ തൂണുകൾക്കും പറയാനുണ്ടായിരുന്നത് ഒരേ ഒരു കഥയായിരുന്നു. ഹുസ്നുൽ ജമാലിൻ്റെയും മന്ത്രിപുത്രനായ ബദറുൽ മുനീറിൻ്റെയും സൗഹൃദത്തിൻ്റെ കഥ. സാധാരണഗതിയിൽ ഒരു രാജകുമാരിയും മന്ത്രിയുടെ മകനും തമ്മിൽ ഇത്രയധികം അടുപ്പമുണ്ടാകുന്നത്
കൊട്ടാരത്തിലെ ചിട്ടവട്ടങ്ങൾക്ക് നിരക്കുന്ന ഒന്നല്ല. എന്നാൽ ഇവിടെ കാര്യങ്ങൾ വ്യത്യസ്തമായിരുന്നു. രാജാവിന് തൻ്റെ മന്ത്രിയോടുള്ള അതിയായ സ്നേഹവും വിശ്വാസവുമാണ് അതിന് കാരണമായത്. ഏതാണ്ട് ഒരേ സമയത്താണ് ഹുസ്നുൽ ജമാലും ബദറുൽ മുനീറും ജനിക്കുന്നത്. കൊട്ടാരത്തിലെ പണിക്കാർക്കിടയിലും പരിചാരകർക്കിടയിലും അതൊരു കൗതുകമുള്ള സംസാര വിഷയമായിരുന്നു. ഒരേ നക്ഷത്രത്തിൽ ജനിച്ചവരെന്ന് അവർ അടക്കം പറഞ്ഞു. കുഞ്ഞുനാളിൽ കൊട്ടാരത്തിലെ വിശാലമായ പൂന്തോപ്പുകൾ അവരുടെ കളിസ്ഥലമായി മാറുന്നു. നൂറുകണക്കിന് വർണ്ണങ്ങളിലുള്ള പൂക്കൾക്കിടയിലൂടെ അവർ ഓടിച്ചാടി നടക്കുന്നു. ഹുസ്നുൽ ജമാൽ ഒരു പൂമ്പാറ്റയെപ്പോലെ പാറി നടക്കുമ്പോൾ അവളെ സംരക്ഷിക്കുന്ന ഒരു നിഴൽ എന്നോണം ബദറുൽ മുനീർ എപ്പോഴും കൂടെയുണ്ടാകും. ഒരുപക്ഷേ ആ പ്രായത്തിൽ സൗഹൃദം എന്താണെന്നോ പ്രണയം എന്താണെന്നോ അവർക്ക് അറിയില്ലായിരിക്കാം. പക്ഷേ പരസ്പരം കാണാതിരിക്കാൻ വയ്യാത്തൊരാത്മബന്ധം അവർക്കിടയിൽ വളർന്നിരുന്നു. ഒരു ദിവസം മുനീറിനെ കണ്ടില്ലെങ്കിൽ ജമാലിൻ്റെ മുഖം വാടും. ജമാലിൻ്റെ ചിരി കണ്ടില്ലെങ്കിൽ മുനീറിൻ്റെ ദിവസവും അപൂർണമാകും. അവരുടെ പഠനം പോലും ഒരുമിച്ചായിരുന്നു. രാജ്യത്തെ ഏറ്റവും പ്രഗത്ഭരായ ഗുരുന്മാർ അവരെ പഠിപ്പിക്കാനെത്തുന്നു. അക്ഷരങ്ങളും അക്കങ്ങളും അവർ ഒരുമിച്ച് പഠിക്കുന്നു. വാൾപ്പയറ്റും അമ്പേറ്റും പരിശീലിക്കുന്ന മുനീറിനെ കൗതുകത്തോടെ നോക്കി നിൽക്കുന്ന ജമാലിനെ നമുക്കവിടെ കാണാം. ചിലപ്പോൾ ആരും കാണാതെ അവൾ അവൻ്റെ അമ്പും വില്ലുമെടുത്ത് കുഞ്ഞു വിരലുകൾ കൊണ്ട് തൊടുത്തു നോക്കി ചിരിക്കും. ജമാൽ ചിത്രങ്ങൾ വരയ്ക്കാനിരിക്കുമ്പോൾ അവൾക്ക് വർണ്ണങ്ങൾ ചെയ്തു കൊടുക്കുന്നത് മുനീറായിരിക്കും. അവളുടെ ചിത്രങ്ങളിൽ എപ്പോഴും 2 കുട്ടികളുടെ മുഖങ്ങളുണ്ടായിരുന്നു. ഒന്ന് രാജകുമാരിയെപ്പോലെയും മറ്റൊന്ന് അവളുടെ ഉറ്റ സുഹൃത്തിനെ പോലെയും. കൊട്ടാരത്തിലെ മുതിർന്നവർക്ക്, പ്രത്യേകിച്ച് ഹുസ്നുൽ ജമാലിൻ്റെ അമ്മയായ രാജ്ഞിക്ക് ഈ അടുപ്പത്തിൽ ചെറിയൊരു അസ്വസ്ഥത തോന്നിത്തുടങ്ങുന്നുണ്ട്. അവർ പലപ്പോഴും രാജാവിനോട് ഇതിനെക്കുറിച്ച് സൂചിപ്പിക്കുമെങ്കിലും അദ്ദേഹം അത് ചിരിച്ചു തള്ളുകയാണ് പതിവ്. അവർ കുട്ടികളല്ലേ, അവരുടെ ലോകം നിഷ്കളങ്കമാണ്, വളരുമ്പോഴെല്ലാം തനിയെ മാറും എന്നായിരിക്കും അദ്ദേഹത്തിൻ്റെ മറുപടി. എന്നാൽ രാജ്ഞിയുടെ സ്ത്രീ സഹജമായ ഉൾക്കാഴ്ചയ്ക്കറിയാമായിരുന്നു ഈ ബന്ധം കേവലമൊരു കുട്ടിക്കളിയിൽ ഒതുങ്ങുന്നതല്ല എന്ന്. കാരണം അവർ പരസ്പരം നോക്കുന്ന നോട്ടങ്ങളിൽ, സംസാരിക്കുന്ന രീതികളിൽ സാധാരണ സൗഹൃദത്തിനപ്പുറമുള്ള എന്തോ ഒന്ന് ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് അവർ തിരിച്ചറിയുന്നു. കാലം ഒരു പുഴ പോലെ ഒഴുകി നീങ്ങുന്നു. കുട്ടിക്കാലത്തിൻ്റെ കളിച്ചിരികൾ പതിയെ ഓർമ്മകളായി മാറുന്നു. ബദറുൽ മുനീറും ഹുസ്നുൽ ജമാലും ഇപ്പോൾ യൗവനത്തിലേക്ക് കാലെടുത്തു വച്ചിരിക്കുകയാണ്. അവരുടെ രൂപത്തിലും ഭാവത്തിലും പ്രകടമായ മാറ്റങ്ങൾ വന്നിരിക്കുന്നു. ബദറുൽ മുനീർ ഇപ്പോൾ കാഴ്ചയിലൊരു ധീരനായ യോദ്ധാവിനെ പോലെയാണ്. ഉയരം കൂടി, ശരീരമുറച്ചു, കണ്ണുകളിൽ ബുദ്ധിയുടെയും ധൈര്യത്തിൻ്റെയും തിളക്കം. അവൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് നാട്ടിലെ പെൺകുട്ടികൾക്കിടയിൽ സംസാരമായി തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ അവൻ്റെ കണ്ണുകൾ എപ്പോഴും കൊട്ടാരത്തിൻ്റെ മട്ടുപാവിലിരിക്കുന്ന രാജകുമാരിയെയാണ് തേടുന്നത്. ഹുസ്നുൽ ജമാലിൻ്റെ കാര്യവും വ്യത്യസ്തമല്ല. അവളുടെ സൗന്ദര്യം ഇപ്പോൾ പൂർണ്ണതയിലെത്തിയിരിക്കുന്നു. കവികൾ വർണ്ണിക്കുന്നതിലും അപ്പുറമായിരുന്നു അത്. അവളുടെ നീണ്ട മുടിയിഴകളും മാനുകളെപ്പോലെ ഭയചകിതമായ കണ്ണുകളും പുഞ്ചിരിക്കുമ്പോൾ വിരിയുന്ന റോസാപ്പൂക്കൾ പോലുള്ള കവിളുകളും ആരെയും ആകർഷിക്കുന്നതായിരുന്നു. പക്ഷെ ആ സൗന്ദര്യത്തിനുമപ്പുറം അവളുടെ ഹൃദയത്തിൽ ഒരു രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. ബദ്രുൽ മുനീറിനോടുള്ള അടങ്ങാത്ത പ്രണയം. അവരുടെ കണ്ടുമുട്ടലുകളുടെ സ്വഭാവം ഇപ്പോൾ മാറിയിരിക്കുന്നു. കുട്ടിക്കാലത്തെപ്പോലെ അവർക്ക് പരസ്യമായി ഒരുമിച്ച് ചിരിക്കാനോ കളിക്കാനോ കഴിയുന്നില്ല. കൊട്ടാരത്തിലെ കണ്ണുകൾ അവരെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അവർക്കറിയാം. അതിനാൽ അവരുടെ സംസാരങ്ങൾ നോട്ടങ്ങളിലും ചെറുപുഞ്ചിരികളിലും ഒതുങ്ങി നിൽക്കുന്നു. പൂന്തോട്ടത്തിലെ പഴയ ഒളിസങ്കേതങ്ങൾ ഇപ്പോൾ അവരുടെ രഹസ്യ പ്രണയ സല്ലാപങ്ങൾക്കുള്ള ഇടമായി മാറുന്നു. ആരും കാണാതെ രാത്രിയുടെ മറവിൽ അവർ കണ്ടുമുട്ടുന്നു. അത്തരമൊരു രാത്രിയിൽ, പൂർണ്ണചന്ദ്രൻ ആകാശത്തെ വെള്ളി വെളിച്ചം വിതറി നിൽക്കുന്ന ഒരു രാത്രിയിൽ, കൊട്ടാരത്തിലെ മാർബിൾ ബാൽക്കണിയിൽ നിൽക്കുകയാണ് ഹുസ്നുൽ ജമാൽ. അവളുടെ ചിന്തകൾ മുഴുവൻ മുനീറിനെക്കുറിച്ചായിരുന്നു. പെട്ടെന്ന് പിന്നിൽ കാലൊച്ച കേട്ട് അവൾ തിരിഞ്ഞു നോക്കി. അവിടെ നിലാവിൽ കുഴിച്ചു നിൽക്കുന്ന ബദറുൽ മുനീർ. അവൻ പതിയെ അവളുടെ അടുത്തേക്ക് നടന്നു ചെന്നു. കുറേ നേരം അവർക്കിടയിൽ മൗനം തളം കെട്ടി നിന്നു. ആ മൗനത്തെ ഭേദിച്ചത് മുനീറാണ്. ജമാൽ, അവൻ മൃദുവായി വിളിച്ചു. ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ ഇനിയും എനിക്ക് കഴിയില്ല. അവൻ്റെ ശബ്ദം ചെറുതായി വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവൾ ഒന്നും മിണ്ടാതെ അവനെ നോക്കി. ആ കണ്ണുകളിലെ ഭാവം എന്താണെന്ന് അവൾക്ക് വായിച്ചെടുക്കാൻ കഴിഞ്ഞു. കുട്ടിക്കാലത്തിൽ നമ്മൾ കളിച്ചു നടന്ന ഈ പൂന്തോട്ടം, ഈ കൊട്ടാരം എല്ലാം എനിക്ക് പ്രിയപ്പെട്ടതാണ്. പക്ഷെ അതിനേക്കാളൊക്കെ എനിക്ക് പ്രിയപ്പെട്ടത് നീയാണ്.
എൻ്റെ ലോകം നിന്നിൽ ആരംഭിക്കുകയും നിന്നിൽ അവസാനിക്കുകയും ചെയ്യുന്നു. ഇതൊരു സൗഹൃദം മാത്രമല്ല, അതിനപ്പുറമുള്ള ഒന്നാണ്. അവൻ പറഞ്ഞു നിർത്തിയപ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ഹുസ്നുൽ ജമാലിൻ്റെ ഹൃദയം ഒരു നിമിഷം നിലച്ചുപോയതുപോലെ തോന്നി. അവൾ കേൾക്കാൻ കൊതിച്ച വാക്കുകളായിരുന്നു അത്. അവളുടെ കവിളിലൂടെ ഒരു തുള്ളി കണ്ണുനീർ ഒഴുകിയിറങ്ങി. അവൾ അത് തുടച്ചുകൊണ്ട് പുഞ്ചിരിച്ചു. എനിക്കും അങ്ങനെ തന്നെയാണ് മുനീർ. എൻ്റെ ഹൃദയം പണ്ടേ നിനക്ക് സ്വന്തമാണ്. ആ നിമിഷം, ആ നിലാവിൻ്റെ സാക്ഷിത്വത്തിൽ അവരുടെ പ്രണയം അവർ പരസ്പരം തുറന്നു പറഞ്ഞു. അതൊരു പുതിയ തുടക്കമായിരുന്നു. ഇനി അങ്ങോട്ട് എന്തു പ്രതിസന്ധി വന്നാലും ഒരുമിച്ച് നേരിടാമെന്നവർ പ്രതിജ്ഞയെടുത്തു. പക്ഷേ അവരുടെ ആ സന്തോഷത്തിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. കൊട്ടാരത്തിൻ്റെ ചുമരുകൾക്കുള്ളിൽ അവർക്കെതിരെ ഒരു കൊടുങ്കാറ്റ് രൂപം കൊള്ളുന്നത് അവർ അറിഞ്ഞിരുന്നില്ല. രാജ്ഞിയുടെ സംശയങ്ങൾ ബലപ്പെടുകയും അവർ ചാരന്മാരെ നിയോഗിക്കുകയും ചെയ്തിരുന്നു. ഓരോ നിമിഷവും അവരുടെ പ്രണയം എന്ന രഹസ്യം പുറത്തുവരാനുള്ള സാധ്യതകൾ കൂടിക്കൂടി വന്നു. രാജ്ഞിയുടെ സംശയങ്ങൾ വെറുമൊരു തോന്നലായിരുന്നില്ല, മറിച്ച് വർഷങ്ങളുടെ അനുഭവ സമ്പത്തിൽ നിന്നും രൂപം കൊണ്ട ഒരു ഉൾക്കാഴ്ചയായിരുന്നു. അതുകൊണ്ട് തന്നെ ബാൽക്കണിയിലെ ആ കൂടിക്കാഴ്ച അവരുടെ വിശ്വസ്തയായ ഒരു തോഴിയിലൂടെ രാജ്ഞിയുടെ കാതുകളിലെത്താൻ അധികം സമയം വേണ്ടി വന്നില്ല. കേട്ടപാതി രാജ്ഞിയുടെ ഹൃദയം സ്തംഭിച്ചു. താൻ ഭയപ്പെട്ടത് തന്നെ സംഭവിച്ചിരിക്കുന്നു. ഇനി ഒരു നിമിഷം പോലും വൈകുന്നത് അപകടമാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. അവർ നേരെ രാജാവിൻ്റെ അടുത്തേക്ക് പാഞ്ഞു. അതുവരെ ശാന്തനായിരുന്ന രാജാവ് രാജ്ഞി പറഞ്ഞ വിവരങ്ങൾ കേട്ട് കോപം കൊണ്ട് വിറച്ചു. അദ്ദേഹത്തിൻ്റെ മുഖം ചുവന്നു തുടുത്തു. കണ്ണുകൾ തീക്കനലുപോലെ ജ്വലിച്ചു. താൻ സ്വന്തം സഹോദരനെപ്പോലെ കണ്ട മന്ത്രിയുടെ മകൻ തൻ്റെ നെഞ്ചിൽ ചവിട്ടിയിരിക്കുന്നു എന്നൊരു തോന്നൽ അദ്ദേഹത്തെ ഭ്രാന്ത് പിടിപ്പിച്ചു. അവനെ എൻ്റെ മുന്നിൽ ഹാജരാക്കൂ, രാജാവിൻ്റെ ആജ്ഞ കൊട്ടാരത്തിൻ്റെ ചുവരുകളിൽ തട്ടി പ്രതിധ്വനിച്ചു. ആ ശബ്ദത്തിൻ്റെ കാഠിന്യത്തിൽ കൊട്ടാരം ഒരു നിമിഷം നിശ്ചലമായി. അതേസമയം പ്രണയം തുറന്നു പറഞ്ഞതിൻ്റെ സന്തോഷത്തിൽ നാളെയെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ കണ്ടു തുടങ്ങിയ ബദ്രുൽ മുനീർ തൻ്റെ മുറിയിൽ വിശ്രമിക്കുകയായിരുന്നു. പെട്ടെന്നാണ് വാതിലിൽ ശക്തമായ മുട്ടുകേട്ടത്. വാതിൽ തുറന്നപ്പോൾ മുന്നിൽ നിൽക്കുന്നത് രാജകിങ്കരന്മാരാണ്. അവരുടെ മുഖത്ത് ഗൗരവം നിഴലിച്ചിരുന്നു. അമ്മയെ രാജാവിന് മുന്നിൽ ഹാജരാക്കാൻ കൽപ്പനയുണ്ട്, അവരിലൊരാൾ പരുഷമായ സ്വരത്തിൽ പറഞ്ഞു. കാര്യമെന്താണെന്ന് മനസ്സിലാവാതെ മുനീർ അവർക്കൊപ്പം നടന്നു. രാജസദസ്സിലേക്കുള്ള ഓരോ ചവിടുവെപ്പിലും അവൻ്റെ ഹൃദയമിടിപ്പ് കൂടിക്കൊണ്ടിരുന്നു. അവിടെ സിംഹാസനത്തിൽ കോപാകുലനായിരിക്കുന്ന രാജാവിനെയും താനടുത്ത് താഴെ തലകുണിച്ചു നിൽക്കുന്ന തൻ്റെ അച്ഛനെയും കണ്ടപ്പോൾ തന്നെ അപകടം അവൻ മണത്തറിഞ്ഞു. നീയും എൻ്റെ മകളും തമ്മിൽ എന്താണ് ബന്ധം? രാജാവിൻ്റെ ശബ്ദം ഇടിമുഴക്കം പോലെ ആ മുറിയിൽ മുഴങ്ങി. ഒരു നിമിഷം പോലും ആലോചിക്കാതെ ബദ്രുൽ മുനീർ ധൈര്യം സംഭരിച്ചു മറുപടി പറഞ്ഞു. പ്രഭോ, ഞങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നു. ആ ഉത്തരം രാജാവിനെ കൂടുതൽ പ്രകോപിപ്പിച്ചു. സ്നേഹമോ? ഒരു മന്ത്രിപുത്രന് രാജകുമാരിയോട് സ്നേഹമോ? ഇത് സ്നേഹമല്ല, നിന്റെ അധികാരമോഹമാണ്. എൻ്റെ മകളെ ഉപയോഗിച്ച് ഈ സിംഹാസനം നേടാമെന്ന് നീ വ്യാമോഹിച്ചു അല്ലേ? അല്ല പ്രഭോ, എൻ്റെ സ്നേഹം സത്യമാണ്, മുനീർ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. നിർത്തൂ, രാജാവ് അലറി. ഇനി ഒരു വാക്ക് മിണ്ടിപ്പോകരുത്. നിന്റെ അച്ഛനോടുള്ള എൻ്റെ സ്നേഹം ഒന്നുകൊണ്ട് മാത്രമാണ് നിന്റെ തല നിലത്ത് വീഴാത്തത്. ഈ നിമിഷം മുതൽ നിനക്കും നിന്റെ കുടുംബത്തിനും ഈ കൊട്ടാരത്തിൽ പ്രവേശനമില്ല. എൻ്റെ മകളുടെ നിഴൽ പോലും നിന്റെ മേൽ പതിഞ്ഞു പോകരുത്. കാണാനോ അവളോട് സംസാരിക്കാനോ ശ്രമിച്ചാൽ മരണം നിന്നെ തേടിയെത്തും. ഇപ്പോൾ ഇറങ്ങിപ്പോകൂ എൻ്റെ കൺമുന്നിൽ നിന്ന്. അതൊരു കൽപ്പനയായിരുന്നില്ല, ഒരു വിധിയായിരുന്നു. സ്വന്തം അച്ഛൻ്റെ നിറകണ്ണുകളിലേക്കൊന്ന് നോക്കാൻ പോലുമാകാതെ ബദ്രുൽ മുനീർ ആ സദസ്സിൽ നിന്നും പുറത്താക്കപ്പെട്ടു. വർഷങ്ങളോളം കളിച്ചു വളർന്ന തൻ്റെ പ്രിയതമയുള്ള ആ കൊട്ടാരത്തിൻ്റെ വാതിലുകൾ അവൻ്റെ മുഖത്തിനു നേരെ ഭാരത്തോടെ അടയ്ക്കപ്പെട്ടു. പുറത്ത് ഇരുണ്ട രാത്രിയിൽ അവൻ തനിച്ചായി. ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ അവൻ ആ കൊട്ടാരത്തിൻ്റെ കൂറ്റൻ മതിലുകളിലേക്ക് നോക്കി നിന്നു. അകത്ത് തൻ്റെ പ്രിയപ്പെട്ടവൾ ഈ വാർത്ത അറിയുമ്പോൾ എന്തു സംഭവിക്കുമെന്നോർത്ത് അവൻ്റെ ഹൃദയം പിടഞ്ഞു. കൊട്ടാരത്തിനകത്ത് ഹുസ്നുൽ ജമാൽ അപ്പോഴും ബദ്രുൽ മുനീറിൻ്റെ തിരിച്ചുവരവും കാത്ത് പ്രതീക്ഷയോടെ ബാൽക്കണിയിൽ തന്നെ നിൽക്കുകയായിരുന്നു. ഓരോ നിമിഷം കഴിയുന്തോറും അവളുടെ ഉള്ളിൽ ഒരു ഭയം വളർന്നു വന്നു. എന്തോ അരുതാത്തത് സംഭവിച്ചിരിക്കുന്നുവെന്ന് അവളുടെ മനസ്സു മന്ത്രിച്ചു. അപ്പോഴാണ് രാജ്ഞി അങ്ങോട്ടേക്ക് വിടുന്നത്. അവരുടെ മുഖം കണ്ടപ്പോൾ തന്നെ ജമാലിൻ്റെ ഹൃദയം കിടുങ്ങി. ആ മുഖത്ത് സഹതാപമോ സ്നേഹമോ ആയിരുന്നില്ല, മറിച്ച് ഒരു തരം കാഠിന്യവും നിസ്സഹായതയും കലർന്ന ഭാവമായിരുന്നു.
അവനെ പുറത്താക്കി, രാജ്ഞി നേർത്ത സ്വരത്തിൽ പറഞ്ഞു. ആ വാക്കുകൾക്ക് ഒരു വാളിൻ്റെ മൂർച്ചയുണ്ടായിരുന്നു. ഇനി അവനെയോ അവൻ്റെ കുടുംബത്തെയോ ഈ കൊട്ടാരത്തിൻ്റെ പടിചവിട്ടാൻ രാജാവ് അനുവദിക്കില്ല. ഹുസ്നുൽ ജമാലിന് താൻ കേട്ടത് വിശ്വസിക്കാനായില്ല. അവളുടെ ലോകം തലകീഴായി മറിയുന്നതുപോലെ തോന്നി. അമ്മേ, അതെങ്ങനെ? അവൾക്ക് വാക്കുകൾ മുഴുമിപ്പിക്കാനായില്ല. ഇങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ മുന്നറിയിപ്പ് തന്നതാണ്. നിന്റെ സ്ഥാനവും അവൻ്റെ സ്ഥാനവും തമ്മിലുള്ള അന്തരം നീ മനസ്സിലാക്കണമായിരുന്നു. ഇനി ഇതെല്ലാം മറക്കുക. നിനക്ക് ചേർന്ന ഒരു രാജകുമാരനെ കണ്ടെത്തും. രാജ്ഞി യാതൊരു ഭാവഭേദവുമില്ലാതെ പറഞ്ഞു തീർത്ത് തിരിഞ്ഞു നടന്നു. അതൊരു തുടക്കമായിരുന്നു. ഹുസ്നുൽ ജമാലിൻ്റെ തടവറ ജീവിതത്തിൻ്റെ തുടക്കം. അവളുടെ മുറിയുടെ പുറത്ത് കാവൽക്കാരെ ഏർപ്പെടുത്തി. കൊട്ടാരത്തിലെ പൂന്തോപ്പിലേക്കിറങ്ങാനോ മറ്റുള്ളവരുമായി സംസാരിക്കാനോ അവൾക്ക് അനുവാദമില്ലാതായി. അവൾ സ്നേഹിച്ച ലോകത്തു നിന്നും അവളെ പൂർണ്ണമായും ഒറ്റപ്പെടുത്തി. ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ അവൾ നിർത്താതെ കരഞ്ഞു. ആ കണ്ണുനീർ അവളുടെ കവിളുകളിൽ ഉണങ്ങിപ്പിടിച്ചു. പിന്നീട് കരച്ചിൽ പതിയെ ഒരുതരം മരവിപ്പിന് വഴിമാറി. അവൾ ഭക്ഷണം കഴിക്കുന്നത് നിർത്തി. ആരോടും സംസാരിക്കാതെയായി. അവളുടെ പ്രിയപ്പെട്ട വീണ മുറിയുടെ ഒരു കോണിൽ പൊടിപിടിച്ചു കിടന്നു. അവൾ വരച്ച ചിത്രങ്ങൾ ചുമരിൽ നോക്കി പുച്ഛിച്ചു ചിരിക്കുന്നതുപോലെ അവൾക്ക് തോന്നി. ഒരു കാലത്ത് ജീവൻ തുടിച്ചിരുന്ന ആ രാജകുമാരി ഇപ്പോൾ വെറുമൊരു നിഴലായി മാറിയിരുന്നു. അവളുടെ സൗന്ദര്യം മാഞ്ഞു. കണ്ണുകളിലെ തിളക്കം നഷ്ടപ്പെട്ടു. ആ കണ്ണുകളിൽ ഇപ്പോൾ വിരഹത്തിൻ്റെ ആഴത്തിലുള്ള വേദന മാത്രം കാണാമായിരുന്നു. രാജാവിൻ്റെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. മകളുടെ അവസ്ഥ കണ്ട് അദ്ദേഹത്തിൻ്റെ ഹൃദയം വേദനിച്ചെങ്കിലും രാജപദവിയുടെ പ്രൗഢി ഒരു തരത്തിലും പിന്നോട്ടു പോകാൻ അദ്ദേഹം അനുവദിച്ചില്ല. താനെടുത്ത തീരുമാനമാണ് ശരിയെന്ന് അദ്ദേഹം സ്വയം വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ മകളുടെ കരച്ചിൽ അദ്ദേഹത്തിൻ്റെ കാതുകളിൽ മുഴങ്ങിക്കൊണ്ടേയിരുന്നു. കൊട്ടാരത്തിലെങ്ങും ഒരുതരം നിശബ്ദത തളം കെട്ടി നിന്നു. ആരും ഉറക്കെ സംസാരിക്കുന്നില്ല, ചിരിക്കുന്നില്ല. സംഗീതം നിലച്ചു. ആഘോഷങ്ങൾ അപ്രത്യക്ഷമായി. കൊട്ടാരം അതിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ട ഒരു വെറും കല്ലുകെട്ടിടമായി മാറി. പുറത്താക്കപ്പെട്ട ബദറുൽ മുനീർ എല്ലാ ദിവസവും രാത്രിയിൽ കൊട്ടാരത്തിൻ്റെ മതിലിനരികിൽ വന്ന് നിൽക്കുമായിരുന്നു. ഒരു നോക്ക്, തൻ്റെ പ്രിയതമയെ ഒരു നോക്ക് കാണാൻ കഴിഞ്ഞെങ്കിലോ എന്ന പ്രതീക്ഷയിൽ. പക്ഷേ ആ കൂറ്റൻ മതിലുകൾ അവനൊരു തടസ്സമായി നിന്നു. അകത്ത് അവൾ എന്തു ചെയ്യുകയാണെന്നോ എന്ത് അനുഭവിക്കുകയാണെന്നോ അറിയാതെ അവൻ വേദനിച്ചു. പ്രണയം തുറന്നു പറഞ്ഞ ആ രാത്രി ഒരു സ്വപ്നം പോലെ അവൻ അപ്പോൾ തോന്നി. ആ സ്വപ്നത്തിൽ നിന്നും ഇത്ര വേഗം ഒരു പേടി സ്വപ്നത്തിലേക്ക് ഉണരേണ്ടി വരുമെന്ന് അവൻ ഒരിക്കലും കരുതിയിരുന്നില്ല. അവരുടെ പ്രണയത്തിന് മുകളിൽ ഇപ്പോൾ വേർപിരിയലിൻ്റെ കറുത്ത കാർമേഘങ്ങൾ ഉരുണ്ടുകൂടിയിരുന്നു. എപ്പോൾ വേണമെങ്കിലും പെയ്തിറങ്ങാവുന്ന ഒരു പെരുമഴ പോലെ. ദിവസങ്ങൾ ആഴ്ചകൾക്ക് വഴിമാറുന്നു. കൊട്ടാരത്തിലെ തടവറയിൽ ഹുസ്നുൽ ജമാലിൻ്റെ ജീവിതം ശ്വാസം മുട്ടിക്കുന്ന ഒന്നായി തുടരുകയാണ്. അവളുടെ കണ്ണുനീർ വറ്റിപ്പോയിരിക്കുന്നു. ഹൃദയം മരവിച്ചിരിക്കുന്നു. ഇനി ഒരിക്കലും ബദറുൽ മുനീറിനെ കാണാൻ കഴിയില്ല എന്ന ചിന്ത അവളെ ജീവച്ഛവമാക്കി മാറ്റി. എന്നാൽ ആ ഇരുണ്ട ദിനങ്ങളിലൊന്നിൽ ഒരു നേരിയ പ്രകാശകിരണം അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. അതൊരു പഴയ പരിചാരികയുടെ രൂപത്തിലായിരുന്നു. സൈനബ എന്നായിരുന്നു അവരുടെ പേര്. ഹുസ്നുൽ ജമാൽ ജനിച്ചപ്പോൾ മുതൽ കൊട്ടാരത്തിൽ ജോലി ചെയ്യുന്ന, അവളെ സ്വന്തം മകളെപ്പോലെ ലാളിച്ചു വളർത്തിയ ഒരാളായിരുന്നു സൈനബ. രാജാവിൻ്റെയും രാജ്ഞിയുടെയും കർശനമായ ഉത്തരവുകൾ കാരണം ആർക്കും രാജകുമാരിയുടെ അടുത്തേക്ക് പോകാൻ അനുവാദമുണ്ടായിരുന്നില്ല. എന്നാൽ രാജകുമാരിയുടെ വസ്ത്രങ്ങൾ അലക്കാനും മുറി വൃത്തിയാക്കാനും നിയോഗിക്കപ്പെട്ടത് സൈനബയായിരുന്നു. അതുകൊണ്ടുതന്നെ ദിവസത്തിൽ ഒരു തവണയെങ്കിലും അവൾക്ക് ഹുസ്നുൽ ജമാലിനെ കാണാൻ അവസരം ലഭിച്ചു. ഓരോ തവണ മുറിയിലേക്ക് കടന്നു ചെല്ലുമ്പോഴും വിളറിയ മുഖത്തോടെ ശൂന്യമായ കണ്ണുകളോടെ ജനലിലൂടെ ദൂരേക്ക് നോക്കിയിരിക്കുന്ന രാജകുമാരിയെ കാണുമ്പോൾ സൈനബയുടെ ഹൃദയം വേദനിക്കും. അവർക്കൊന്നും മിണ്ടാൻ അനുവാദമുണ്ടായിരുന്നില്ല. കാരണം പുറത്ത് കാവൽക്കാർ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ ആ നിശബ്ദതയിലും അവരുടെ കണ്ണുകൾ പരസ്പരം സംസാരിച്ചു. സൈനബയുടെ കണ്ണുകളിൽ നിറയെ സഹതാപവും സ്നേഹവുമായിരുന്നു. ജമാലിൻ്റെ കണ്ണുകളിൽ സഹായത്തിനായുള്ള ഒരു നിശബ്ദമായ അഭ്യർത്ഥനയും. ഒരു ദിവസം പതിവ് പോലെ മുറി വൃത്തിയാക്കുന്നതിനിടയിൽ കിടക്കയുടെ അടിയിൽ നിന്നും ഒരു തുണിക്കഷ്ണം സൈനബയുടെ കയ്യിൽ തടഞ്ഞു. അതൊരു സാധാരണ തുണിക്കഷ്ണമായിരുന്നില്ല. അതിൽ കരികൊണ്ട് എന്തോ എഴുതിയിട്ടുണ്ടായിരുന്നു. അവർ വേഗം അത് തങ്ങളുടെ വസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ചു. ആരും കാണുന്നില്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷം കൊട്ടാരത്തിൻ്റെ ഒരു ഒഴിഞ്ഞ കോണിലിരുന്ന് അവർ ആ തുണി നിവർത്തി നോക്കി. അതിൽ വിറയാർന്ന അക്ഷരങ്ങളിൽ ഇങ്ങനെ എഴുതിയിരുന്നു: എന്നെ രക്ഷിക്കണം. മുനീറിനെ ഒരു നോക്ക് കാണാതെ ഞാൻ മരിച്ചു പോകും.
ആ വാക്കുകൾ വായിച്ച് സൈനബയുടെ കണ്ണുകൾ നിറഞ്ഞു. അവർക്ക് എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു. രാജകൽപ്പന ലംഘിക്കുന്നത് മരണത്തിന് തുല്യമാണ്. പക്ഷേ താൻ ലാളിച്ചു വളർത്തിയ ആ കുട്ടി ഇങ്ങനെ വേദനിക്കുന്നത് കാണാനും അവർക്ക് കഴിയുമായിരുന്നില്ല. ഒരുപാട് നേരത്തെ ആലോചനകൾക്ക് ശേഷം അവരൊരു തീരുമാനമെടുത്തു. എന്ത് സംഭവിച്ചാലും രാജകുമാരിയെ സഹായിക്കുക. അതൊരു അപകടം പിടിച്ച ദൗത്യത്തിൻ്റെ തുടക്കമായിരുന്നു. അടുത്ത ദിവസം അവരൊരു മറുപടി തയ്യാറാക്കി. ഒരു ചെറിയ ഓലക്കീറിൽ "ഞാൻ സഹായിക്കാം, ധൈര്യമായിരിക്കുക" എന്ന് മാത്രം എഴുതി അതാരും കാണാതെ രാജകുമാരിയുടെ തലയണയുടെ അടിയിൽ വെച്ചു. ആ സന്ദേശം കണ്ട ഹുസ്നുൽ ജമാലിൻ്റെ നിർജീവമായ കണ്ണുകളിൽ വർഷങ്ങൾക്ക് ശേഷം ഒരു തിളക്കം പ്രത്യക്ഷപ്പെട്ടു. അതൊരു പ്രതീക്ഷയുടെ തിളക്കമായിരുന്നു. ഇനി അടുത്ത കടമ്പ ബദ്രുൽ മുനീറിനെ കണ്ടെത്തുക എന്നതായിരുന്നു. കൊട്ടാരത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട ശേഷം അവനും കുടുംബവും എവിടെയാണെന്ന് ആർക്കും അറിയില്ലായിരുന്നു. സൈനബയ്ക്ക് ആഴ്ചയിലൊരിക്കൽ സാധനങ്ങൾ വാങ്ങാനായി പട്ടണത്തിൽ പോകാൻ അനുവാദമുണ്ടായിരുന്നു. ആ അവസരം ഉപയോഗപ്പെടുത്താൻ അവർ തീരുമാനിച്ചു. അങ്ങനെ അടുത്ത തവണ പട്ടണത്തിലേക്ക് പോയപ്പോൾ സൈനബയുടെ കണ്ണുകൾ നാലുപാടും പരതുന്നുണ്ടായിരുന്നു. അവർ ആളുകളോട് മന്ത്രിയെയും കുടുംബത്തെയും കുറിച്ച് രഹസ്യമായി അന്വേഷിച്ചു. പലരും കൈമലർത്തി. ഒടുവിൽ ഒരു പഴയ കച്ചവടക്കാരനാണ് ആ വിവരം നൽകിയത്. മന്ത്രിയും കുടുംബവും പട്ടണത്തിൻ്റെ അങ്ങേയറ്റത്തുള്ള ഒരു ചെറിയ വീട്ടിലാണിപ്പോൾ താമസിക്കുന്നതെന്ന് അയാൾ പറഞ്ഞു. കേട്ട പാതി സൈനബ അങ്ങോട്ടേക്ക് നടന്നു. ആ വീടിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ സൈനബയുടെ ഹൃദയം വേദനിച്ചു. കൊട്ടാരത്തിലെ പ്രൗഢിയിൽ നിന്നും എത്രയോ ദൂരെയായിരുന്നു ആ താമസം. വീടിൻ്റെ വാതിൽക്കൽ തന്നെ അവർ ബദറുൽ മുനീറിനെ കണ്ടു. അവൻ്റെ പ്രതാപമെല്ലാം നഷ്ടപ്പെട്ടിരുന്നു. താടി വളർന്നു, വസ്ത്രങ്ങൾ പഴയതായിരുന്നു, കണ്ണുകളിൽ ഒരുതരം ശൂന്യത തളം കെട്ടി നിന്നു. അവൻ വെറുതെ ആകാശത്തേക്ക് നോക്കിയിരിക്കുകയായിരുന്നു. സൈനവയെ കണ്ടപ്പോൾ അവൻ അത്ഭുതപ്പെട്ടു. "നിങ്ങളെങ്ങനെ ഇവിടെ?" അവൻ ചോദിച്ചു. "രാജകുമാരിക്ക് വേണ്ടിയാണ് ഞാൻ വന്നത്." എന്നിട്ട് തൻ്റെ വസ്ത്രത്തിനുള്ളിൽ നിന്നും ആ തുണിക്കഷ്ണം പുറത്തെടുത്ത് അവന് നേരെ നീട്ടി. അവൻ്റെ വിറയ്ക്കുന്ന കൈകൾ അത് വാങ്ങി. ആ അക്ഷരങ്ങളിലൂടെ വിരലോടിച്ചപ്പോൾ അത് ഹുസ്നുൽ ജമാലിൻ്റെ കൈയക്ഷരമാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ആ വാക്കുകൾ വായിച്ച അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. അവൾ ജീവനോടെ ഉണ്ട്, അവൾ തന്നെ ഓർക്കുന്നുണ്ട് എന്ന അറിവ് അവൻ്റെ നിർജീവമായ ഹൃദയത്തിലേക്ക് ഒരു പുത്തൻ ഉണർവ് നൽകി. മാസങ്ങൾക്ക് ശേഷം ആദ്യമായി അവൻ്റെ മുഖത്ത് ഒരു ഭാവമാറ്റം പ്രകടമായി. അതൊരു പ്രതീക്ഷയുടെ ഭാവമായിരുന്നു. അവൾക്ക് എങ്ങനെയുണ്ട്?" അവൻ ഇടറിയ ശബ്ദത്തിൽ ചോദിച്ചു. സൈനബ കൊട്ടാരത്തിലെ കാര്യങ്ങൾ വിശദീകരിച്ചു. അവളുടെ തടവറ ജീവിതത്തെക്കുറിച്ചും അവളുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ചും കേട്ടപ്പോൾ അവൻ്റെ കണ്ണുകളിൽ കോപം ജ്വലിച്ചു. "ഇങ്ങനെ മുന്നോട്ടു പോകാൻ കഴിയില്ല, നമ്മൾ അവളെ അവിടെ നിന്നും രക്ഷിക്കണം," അവൻ ദൃഢനിശ്ചയത്തോടെ പറഞ്ഞു. അങ്ങനെ ആ ചെറിയ വീടിൻ്റെ മുറ്റത്തിരുന്ന് അവർ ഒരുമിച്ച് ഒരു പദ്ധതിക്ക് രൂപം നൽകി തുടങ്ങി. അതൊരു ഒളിച്ചോട്ടത്തിനുള്ള പദ്ധതിയായിരുന്നു. ആശയവിനിമയം നടത്തുക എന്നതായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളി. സൈനബയുടെ സഹായത്തോടെ അവർ അതിനൊരു വഴി കണ്ടെത്തി. സൈനബ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോകുന്ന പൂക്കൂടയുടെ അടിയിൽ ഒളിപ്പിച്ച് ബദറുൽ മുനീർ ചെറിയ സന്ദേശങ്ങൾ കൊടുത്തുവിടും. ഹുസ്നുൽ ജമാലിൻ്റെ മറുപടി അവൾ ഉപയോഗിച്ച വസ്ത്രങ്ങൾക്കിടയിൽ ഒളിപ്പിച്ച് സൈനബ പുറത്തെത്തിക്കും. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. അവരുടെ സന്ദേശങ്ങൾ പൂക്കൾക്കിടയിലും പഴയ തുണികൾക്കിടയിലുമായി കൊട്ടാരത്തിൻ്റെ മതിലുകൾ കടന്നു. ഓരോ സന്ദേശവും അവർക്ക് കൂടുതൽ ധൈര്യം നൽകി. ഒടുവിൽ അവർ ആ ദിവസം തീരുമാനിച്ചു. അടുത്ത അമാവാസി രാത്രി. ആ രാത്രിയിൽ കൊട്ടാരത്തിൻ്റെ പിൻഭാഗത്തുള്ള അധികമാരും ശ്രദ്ധിക്കാത്ത ഒരു ഭിത്തിയുണ്ട്. ആ ഭിത്തിക്ക് താഴെ ഒരു ചെറിയ പുഴ ഒഴുകുന്നുണ്ട്. രാത്രി കാവൽക്കാരുടെ കണ്ണുവെട്ടിച്ച് ഹുസ്നുൽ ജമാൽ അവിടെ എത്തണം. താഴെ ഒരു ചെറിയ വള്ളത്തിൽ ബദ്രുൽ മുനീർ കാത്തുനിൽക്കും. മുകളിൽ നിന്നും ഒരു കയർ ഉപയോഗിച്ച് അവളെ താഴെ ഇറക്കുക, ഇതായിരുന്നു പദ്ധതി. പദ്ധതി കേൾക്കുന്നത്ര എളുപ്പമായിരുന്നില്ല. പിടിക്കപ്പെട്ടാൽ 3 പേരുടെയും മരണമുറപ്പാണ്. ഓരോ നിമിഷവും അവർ ജീവിച്ചത് ഭയത്തിൻ്റെയും പ്രതീക്ഷയുടെയും നൂൽപാലത്തിലായിരുന്നു. ബദ്രുൽ മുനീർ ഒളിച്ചോട്ടത്തിനാവശ്യമായ ഒരുക്കങ്ങൾ തുടങ്ങി. അവനൊരു ചെറിയ വള്ളം സംഘടിപ്പിച്ചു. ദൂരയാത്രയ്ക്ക് വേണ്ട കുറച്ച് ഭക്ഷണവും വെള്ളവും കരുതി. സൈനബയുടെ ചുമതലയായിരുന്നു ഏറ്റവും വലുത്. കൃത്യസമയത്ത് രാജകുമാരിയെ കാവൽക്കാരുടെ കണ്ണിൽപ്പെടാതെ ആ മതിൽക്കെട്ടിനരികിലെത്തിക്കണം. ഒരുപക്ഷെ എന്തെങ്കിലും കള്ളം പറഞ്ഞ് കാവൽക്കാരുടെ ശ്രദ്ധ മാറ്റേണ്ടി വരും. അമാവാസിക്കിനി ദിവസങ്ങൾ മാത്രം ബാക്കി.
ഹുസ്നുൽ ജമാൽ ആ ദിവസത്തിനായി കാത്തിരുന്നു. അവളുടെ ശരീരത്തിന് ക്ഷീണമുണ്ടായിരുന്നെങ്കിലും മനസ്സിന് ഒരു പുതിയ ശക്തി കൈവന്നിരുന്നു. ഇത്രയും നാൾ അനുഭവിച്ച വേദനകൾക്കുള്ള ഒരു അവസാനമുണ്ടാകാൻ പോകുന്നു. ഒന്നുകിൽ പ്രിയപ്പെട്ടവനോടൊപ്പം ഒരു പുതിയ ജീവിതം, അല്ലെങ്കിൽ മരണം. രണ്ടായാലും ഈ തടവറ ജീവിതത്തേക്കാൾ നല്ലതാണെന്ന് അവൾ ഉറച്ചു വിശ്വസിച്ചു. ആ കൊട്ടാരത്തിൽ 3 മനുഷ്യരുടെ ഹൃദയമിടിപ്പുകൾ ആ കറുത്ത രാത്രിക്ക് വേണ്ടി കാതോർത്തുനിന്നു. അമാവാസി രാത്രിയുടെ കറുത്ത പുതപ്പ് ആ രാജ്യത്തെ ഒന്നാകെ വിഴുങ്ങിയിരിക്കുന്നു. ആകാശത്ത് നക്ഷത്രങ്ങളില്ല, ചന്ദ്രക്കലയുടെ ഒരു നേരിയ കീറുപോലുമില്ല. കൊട്ടാരത്തിൻ്റെ ഇടനാഴികളിൽ പന്തങ്ങളുടെ വെളിച്ചം പോലും മങ്ങിയിരിക്കുന്നതുപോലെ തോന്നുന്നു. ഈ കൂരിരുട്ട് 3 പേരുടെ ഹൃദയത്തിൽ ഒരേ സമയം ഭയവും പ്രതീക്ഷയും നിറയ്ക്കുകയാണ്. ഹുസ്നുൽ ജമാൽ, ബദ്രുൽ മുനീർ, പിന്നെ അവരുടെ വിശ്വസ്തയായ സൈനബ. പദ്ധതി പ്രകാരം എല്ലാം തയ്യാറാണ്. ബദ്രുൽ മുനീർ കൊട്ടാരത്തിൻ്റെ പിന്നിലെ പുഴയിൽ ഇരുട്ടിൻ്റെ മറവിൽ ഒരു ചെറിയ വള്ളത്തിൽ കാത്തിരിപ്പ് തുടങ്ങിയിട്ട് മണിക്കൂറുകളായി. അവൻ്റെ ഓരോ ശ്വാസത്തിലും പ്രാർത്ഥനയായിരുന്നു. ഹുസ്നുൽ ജമാലിൻ്റെ മുറിയിൽ സൈനബ അവസാനവട്ട ഒരുക്കങ്ങൾ നടത്തുകയാണ്. അവർ രാജകുമാരിയെ ഒരു സാധാരണക്കാരിയുടെ വേഷം ധരിപ്പിച്ചു. വിലപിടിപ്പുള്ള ആഭരണങ്ങളെല്ലാം ഊരിമാറ്റി മുഖം ഒരു തുണി കൊണ്ട് മറച്ചു. പുറത്ത് കാവൽക്കാർ ഉറക്കം തൂങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് ശരിയായ സമയം എന്ന് സൈനബ അവളുടെ കാതിൽ മന്ത്രിച്ചു. ഹുസ്നുൽ ജമാലിൻ്റെ ഹൃദയം ഒരു പെരുമ്പര പോലെ ഇടിക്കുന്നുണ്ടായിരുന്നു. അവളുടെ കൈകാലുകൾ വിറയ്ക്കുന്നുണ്ടെങ്കിലും മുഖത്ത് ഒരു തരം ദൃഢനിശ്ചയം നിഴലിച്ചിരുന്നു. അവർ രണ്ടുപേരും ശബ്ദമുണ്ടാക്കാതെ മുറിയുടെ വാതിൽ തുറന്നു. ഭാഗ്യത്തിന് പുറത്തെ കാവൽക്കാർ ചുമരിൽ ചാരി നിന്നും മയങ്ങുകയായിരുന്നു. അവർ നിഴലുകളെപ്പോലെ ശ്വാസം പോലും അടക്കിപ്പിടിച്ച് ആ ഇടനാഴിയിലൂടെ നടന്നു. ഓരോ നിഴലനക്കവും അവരെ ഭയപ്പെടുത്തി. വർഷങ്ങളോളം സ്വന്തം വീടുപോലെ നടന്ന വഴികൾ ഇപ്പോൾ അപരിചിതവും ഭയാനകവുമായി അവർക്ക് തോന്നി. ഈ ഒളിച്ചോട്ടത്തിൻ്റെ പദ്ധതി രൂപം കൊള്ളുമ്പോൾ അവർ അറിയാതെ 4മതൊരാൾ കൂടി ഈ രഹസ്യം മനസ്സിലാക്കിയിരുന്നു. അബൂ സയ്യാദ് എന്നൊരു കച്ചവടക്കാരൻ. മുൻപ് കൊട്ടാരത്തിലേക്ക് സുഗന്ധദ്രവ്യങ്ങളും പട്ടും മറ്റും വിറ്റിരുന്ന, രാജാവുമായി അത്ര നല്ല ബന്ധത്തിലല്ലാതിരുന്ന ഒരാൾ. ഹുസ്നുൽ ജമാലിൻ്റെ സൗന്ദര്യത്തിൽ പണ്ടേ കണ്ണുവച്ചിരുന്ന ഒരു ദുഷ്ടമനസ്സിൻ്റെ ഉടമ. മന്ത്രിപുത്രനുമായുള്ള അവളുടെ പ്രണയവും തുടർന്നുള്ള സംഭവവികാസങ്ങളും അയാൾ ദൂരെ ഇരുന്ന് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. സൈനബ പട്ടണത്തിൽ പോയി ബദ്രുൽ മുനീറിനെ കണ്ട ദിവസം യാദൃഷ്ടികമായി അബൂ സയ്യാദ് അത് കാണാനിടയായി. സംശയം തോന്നിയ അയാൾ പിന്നീടുള്ള ദിവസങ്ങളിൽ സൈനബയെ രഹസ്യമായി പിന്തുടർന്നു. അവരുടെ പൂക്കൂടയിലെ സന്ദേശങ്ങളും പഴയ തുണികൾക്കിടയിലെ മറുപടികളും അവൻ്റെ ചാരക്കണ്ണുകൾ ഒപ്പിയെടുത്തു. ആ നിമിഷം അവൻ്റെ മനസ്സിൽ ഒരു ക്രൂരമായ പദ്ധതി രൂപം കൊണ്ടു. രാജകുമാരിയെ സ്വന്തമാക്കാനും അതുവഴി ഈ രാജ്യത്ത് ഒരു സ്ഥാനമുറപ്പിക്കാനും ഇതിലും നല്ലൊരവസരം അവന് കിട്ടാനില്ല. അവൻ ബദ്രുൽ മുനീറിൻ്റെ പദ്ധതി അതേപടി പകർത്താൻ തീരുമാനിച്ചു. പക്ഷെ ചെറിയൊരു മാറ്റത്തോടെ. ഹുസ്നുൽ ജമാലിന് മുന്നിൽ രക്ഷകനായി എത്തുന്നത് താനായിരിക്കണം. അതിനായി അവനൊരു ചതിയുടെ വല നെയ്തു. അമാവാസി രാത്രിക്ക് മണിക്കൂറുകൾക്ക് മുൻപ് അവൻ കുറച്ച് പണം കൊടുത്ത് ഒരു വ്യാജ സന്ദേശം ബദ്രുൽ മുനീറിന് എത്തിച്ചു. പദ്ധതിയിൽ ചെറിയൊരു മാറ്റമുണ്ട്. കിഴക്കേ കവാടത്തിനടുത്തേക്ക് വരിക, ജമാൽ അവിടെ എത്തും എന്നായിരുന്നു ആ സന്ദേശം. പ്രിയതമയെ കാണാനുള്ള ആവേശത്തിൽ മുനീർ ആ ചതി തിരിച്ചറിഞ്ഞില്ല. അവൻ തൻ്റെ വള്ളം അവിടെ ഉപേക്ഷിച്ച് കിഴക്കേ കവാടത്തിലേക്ക് തിരിച്ചു. ആ തക്ക നോക്കി അബൂ സയ്യാദ് ആ വള്ളം സ്വന്തമാക്കി കൊട്ടാരത്തിൻ്റെ പിന്നിലെ പുഴയിലേക്ക് പുറപ്പെട്ടു. കൊട്ടാരത്തിൻ്റെ പിന്നിലെ ആരും ശ്രദ്ധിക്കാത്ത മതിലിനരികിൽ ഹുസ്നുൽ ജമാലും സൈനബയും എത്തിച്ചേർന്നു. താഴെ പുഴയിൽ ഒരു രൂപം വള്ളത്തിൽ അവരെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഇരുട്ടായതുകൊണ്ട് ആളെ വ്യക്തമായി കാണാൻ സാധിക്കുന്നില്ല. സൈനബ ഒരു കയർ മതിലിലെ ഒരു മരത്തിൽ കെട്ടി ഉറപ്പിച്ചു. എന്നിട്ട് അതിൻ്റെ മറ്റേ അറ്റം താഴേക്കിട്ടുകൊടുത്തു. ധൈര്യമായി ഇറങ്ങിക്കൊള്ളൂ രാജകുമാരി, താഴെ മുനീറുണ്ട് എന്ന് സൈനബ ധൈര്യം പകർന്നു. കയറിൽ പിടിച്ചിറങ്ങുമ്പോൾ ഹുസ്നുൽ ജമാലിൻ്റെ കൈകൾ വിറച്ചെങ്കിലും അവളുടെ മനസ്സ് മുഴുവൻ താഴെ കാത്തു നിൽക്കുന്ന പ്രിയതമൻ്റെ രൂപമായിരുന്നു. സുരക്ഷിതമായി വള്ളത്തിലെത്തിയതും അവൾ ആശ്വാസത്തോടെ നിശ്വസിച്ചു. വള്ളം പതിയെ മുന്നോട്ട് നീങ്ങിത്തുടങ്ങി. കൊട്ടാരത്തിൻ്റെ വെളിച്ചം അകന്നുപോയപ്പോൾ അവൾ വള്ളത്തിലിരിക്കുന്ന ആളെ നോക്കി. മുനീർ, അവൾ മെല്ലെ വിളിച്ചു. മറുപടിയായി വന്നത് ഒരു ക്രൂരമായ ചിരിയായിരുന്നു.
ആ ചിരി കേട്ട് ഹുസ്നുൽ ജമാൽ ഞെട്ടിത്തലിച്ചു. അത് ബദറുൽ മുനീറിന്റെ ശബ്ദമല്ലായിരുന്നു. അവൾക്ക് പരിചയമില്ലാത്ത എന്നാൽ ഭയം ജനിപ്പിക്കുന്ന ഒരു ശബ്ദം. മുനീറോ? അവനിപ്പോൾ കൊട്ടാരത്തിന്റെ കിഴക്കേ വാതിൽക്കൽ നിന്നെയും കാത്തിരിക്കുകയാവും, അയാൾ പുച്ഛത്തോടെ പറഞ്ഞു. എന്നിട്ട് തന്റെ മുഖം മറച്ചിരുന്ന തുണി മാറ്റി. ആ നേരിയ വെളിച്ചത്തിൽ അവൾ ആ മുഖം തിരിച്ചറിഞ്ഞു. അബൂ സയ്യാദ്. അവളുടെ തൊണ്ടയിൽ നിന്നും ഒരു നിലവിളി പുറത്തേക്ക് വന്നെങ്കിലും അയാളത് കൈകൊണ്ട് തടഞ്ഞു. അലറരുത് രാജകുമാരി, ഇനി നിന്റെ രക്ഷകൻ ഞാനാണ്. നിന്നെ സ്നേഹിക്കുന്ന, നിനക്കു വേണ്ടി എന്തും ചെയ്യുന്ന ഞാൻ. ഹുസ്നുൽ ജമാലിന് താനൊരു ദുസ്വപ്നത്തിലാണെന്ന് തോന്നി. ചതിക്കപ്പെട്ടിരിക്കുന്നു. രക്ഷപ്പെടാനായി കാലെടുത്തു വച്ചത് അതിലും വലിയൊരു അപകടത്തിലേക്കായിരുന്നു. അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ചാലിട്ടൊഴുകി. അവൾക്ക് സംസാരിക്കാൻ ശക്തിയില്ലായിരുന്നു. നീ എന്തിനാണിത് ചെയ്തത്? അവൾ വിറയാർന്ന ശബ്ദത്തിൽ ചോദിച്ചു. നിന്നെ സ്വന്തമാക്കാൻ, അയാൾ പറഞ്ഞു. ആ മന്ത്രിപുത്രനല്ല നിനക്ക് യോജിച്ചത്. എന്നെ പോലൊരു ധനികനായ കച്ചവടക്കാരനാണ്. നമ്മൾ ഈ രാജ്യം വിടും. ആരും നമ്മളെ അന്വേഷിച്ചെത്താത്ത ഒരു സ്ഥലത്ത് പോയി എനിക്ക് നിന്നെ വിവാഹം കഴിക്കണം. അവിടെ നീ എൻ്റെ റാണിയായി വാഴും. അവൻ്റെ ഓരോ വാക്കും ഒരു കൂരമ്പ് പോലെ അവളുടെ ഹൃദയത്തിൽ തറച്ചു. അവൾ രക്ഷപ്പെടാനായി പുഴയിലേക്ക് ചാടാൻ ശ്രമിച്ചെങ്കിലും അവൻ്റെ ബലിഷ്ഠമായ കൈകൾ അവളെ പിടിച്ചുവെച്ചു. വള്ളം വേഗത്തിൽ മുന്നോട്ട് കുതിക്കുകയാണ്. ഓരോ നിമിഷവും അവളെ അവളുടെ പ്രിയപ്പെട്ടവനിൽ നിന്നും സ്വന്തം രാജ്യത്തു നിന്നും അകറ്റിക്കൊണ്ട്. അതേസമയം കൊട്ടാരത്തിൻ്റെ കിഴക്കേ കവാടത്തിൽ ബദറുൽ മുനീർ അക്ഷമനായി കാത്തിരിക്കുകയായിരുന്നു. സമയം കടന്നുപോകുന്നു, പക്ഷേ ഹുസ്നുൽ ജമാലിനെ കാണുന്നില്ല. അവൻ്റെ ഉള്ളിൽ ആശങ്കകൾ പെരുകി. എന്തെങ്കിലും അപകടം സംഭവിച്ചോ? അവൾ പിടിക്കപ്പെട്ടോ? അതോ ആ സന്ദേശം വ്യാജമായിരുന്നോ? നൂറുകൂട്ടം ചോദ്യങ്ങൾ അവൻ്റെ മനസ്സിനെ വേട്ടയാടി. ഒടുവിൽ നേരം പുലരാറായപ്പോൾ നിരാശയോടെ അവൻ അവിടെ നിന്നും മടങ്ങി. കൊട്ടാരത്തിൻ്റെ പിന്നിലെ പുഴക്കരയിലെത്തിയപ്പോഴാണ് ഉപേക്ഷിച്ചു പോയ വള്ളം അവിടെ ഇല്ലാത്ത സത്യം അവൻ തിരിച്ചറിയുന്നത്. അപ്പോഴാണ് അവന് ചതിയുടെ പൂർണ്ണ രൂപം മനസ്സിലായത്. ആരോ തന്നെയും ഹുസ്നുൽ ജമാലിനെയും ഒരുപോലെ ചതിച്ചിരിക്കുന്നു. അവൻ്റെ ഹൃദയം തകർന്നൊരു നിലവിളി ആ പുഴയുടെ തീരത്ത് അലിഞ്ഞു ചേർന്നു. തൻ്റെ പ്രാണനെ ഒരു ചെന്നായ റാഞ്ചിക്കൊണ്ടു പോയിരിക്കുന്നു എന്ന സത്യം അവൻ വേദനയോടെ തിരിച്ചറിഞ്ഞു. അബു സയ്യാദിന്റെ വള്ളം പുഴയിലൂടെ അതിവേഗം മുന്നോട്ട് കുതിക്കുകയാണ്. ഹുസ്നുൽ ജമാലിന് ചുറ്റുമുള്ള ലോകം ഇരുട്ടിൽ മുന്നിത്താഴുന്നതുപോലെ തോന്നി. അവളുടെ പ്രിയപ്പെട്ട കൊട്ടാരവും അവൾ ജനിച്ചു വളർന്ന നാടും ഓർമ്മയിൽ നിന്നും മാഞ്ഞു പോകുന്നു. ഓരോ നിമിഷവും അവൾ ബദ്രുൽ മുനീറിൽ നിന്നും അകന്നുകൊണ്ടിരിക്കുകയാണ്. രക്ഷപ്പെട്ടു എന്ന് കരുതിയ നിമിഷത്തിലാണ് താൻ അതിലും വലിയ ഒരു ചതിക്കുഴിയിൽ വീണതെന്ന് അവൾ വേദനയോടെ തിരിച്ചറിഞ്ഞു. അവളുടെ ഹൃദയം ഒരു കല്ലുപോലെ ഭാരമുള്ളതായി, കണ്ണുനീർ പോലും വറ്റിപ്പോയി. അബു സയ്യാദാകട്ടെ വിജയലഹരിയിലായിരുന്നു. അവൻ ഇടയ്ക്കിടെ അവളെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. ആ ചിരിയിൽ സഹതാപത്തിൻ്റെ ഒരു കണിക പോലുമില്ലായിരുന്നു. പകരം അധികാരവും അഹങ്കാരവും നിറഞ്ഞു നിന്നു. എന്തിനാണ് ഇങ്ങനെ ദുഃഖിക്കുന്നത് രാജകുമാരി? അവൻ പരിഹാസത്തോട് ചോദിച്ചു. നിന്റെ കണ്ണുനീർ കാണാനല്ല ഞാൻ നിന്നെ കൊണ്ടുപോകുന്നത്. നിനക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ഒരു ജീവിതമാണ് ഞാൻ നിനക്കായി ഒരുക്കി വച്ചിരിക്കുന്നത്. സ്വർണം കൊണ്ടും രത്നങ്ങൾ കൊണ്ടും ഞാൻ നിന്നെ മൂടും. നിന്റെ ഒരു വാക്കിനു വേണ്ടി കാത്തുനിൽക്കുന്ന ദാസന്മാർ നിനക്ക് ചുറ്റുമുണ്ടാകും. ആ ദരിദ്രനായ മന്ത്രിപുത്രൻ നിനക്കെന്ത് തരാനാണ്? അവൻ്റെ ഓരോ വാക്കുകൾ കേൾക്കുന്തോറും അവൾക്ക് അവനോടുള്ള വെറുപ്പ് കൂടിക്കൂടി വന്നു. അവൾ മറുപടിയൊന്നും പറഞ്ഞില്ല. പകരം പുഴയുടെ കറുത്ത ഓളങ്ങളിലേക്ക് അവൾ നിർവികാരയായി നോക്കിയിരുന്നു. ഈ പുഴയിൽ ചാടി ഈ ജീവിതം അവസാനിപ്പിച്ചാലോ എന്ന് പോലും ഒരു നിമിഷം അവൾ ചിന്തിച്ചു. പക്ഷേ ബദ്രുൽ മുനീറിൻ്റെ മുഖം അവളുടെ മനസ്സിലേക്ക് വന്നപ്പോൾ ആ ചിന്തയിൽ നിന്നും അവൾ പിന്മാറി. അവനുവേണ്ടി ജീവിക്കണം, എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് അവളുടെ ഉൾമനസ്സ് മന്ത്രിച്ചു. അവർ സഞ്ചരിച്ചുകൊണ്ടിരുന്ന പുഴ ഇപ്പോൾ ഒരു വലിയ കായലിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. കര കാണാൻ കഴിയാത്ത അത്രയും വിശാലമായ ജലാശയം. പെട്ടെന്നാണ് അതുവരെ ശാന്തമായിരുന്ന കാലാവസ്ഥയിലൊരു മാറ്റം കണ്ടു തുടങ്ങിയത്. ആകാശത്ത് കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുന്നു. ശക്തമായ കാറ്റ് വീശാൻ തുടങ്ങി. കായലിൽ വലിയ ഓളങ്ങൾ രൂപപ്പെട്ടു. അവരുടെ ചെറിയ വള്ളം ആടിയുലയാൻ തുടങ്ങി. അബൂ സയ്യാദിന്റെ മുഖത്തെ വിജയഭാവം പതിയെ ഭയത്തിന് വഴിമാറി. ഇതൊരു സാധാരണ കൊടുങ്കാറ്റല്ലെന്ന് അവന് തോന്നി. കാറ്റിന്റെ ശബ്ദത്തിന് ഒരുതരം അസാധാരണമായ മുഴക്കമുണ്ടായിരുന്നു. ഇടിമിന്നലുകൾ ആകാശത്തെ കീറിമുറിച്ചു. ആ മിന്നലിന്റെ വെളിച്ചത്തിൽ അവൻ ആ ഭീകരമായ കാഴ്ച കണ്ടു. ആകാശത്ത് കാർമേഘങ്ങൾക്കിടയിൽ നിന്നും ഒരു രൂപം താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അതൊരു മനുഷ്യരൂപമായിരുന്നില്ല. തീക്കട്ട പോലുള്ള ചുവന്ന കണ്ണുകൾ,
ആകാശത്തോളം വളർന്ന ശരീരം, ചിറകുകൾക്ക് പകരം തീജ്വാലകൾ. അതൊരു ജിന്നായിരുന്നു. പുരാണകഥകളിലും മുത്തശ്ശി കഥകളിലും മാത്രം കേട്ടിട്ടുള്ള ഒരു ഭീകരസത്വം. ജിന്നുകളുടെ രാജകുമാരനായ ശംഹൂറഷ് ആയിരുന്നു അത്. തൻ്റെ വിഹാരത്തിനായി ആകാശസഞ്ചാരം നടത്തുന്നതിനിടയിലാണ് കായലിൽ ആടിയുലയുന്ന വള്ളവും അതിലെ സുന്ദരിയായ പെൺകുട്ടിയും അവൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടത്. ഹുസ്നുൽ ജമാലിൻ്റെ സൗന്ദര്യം അവളുടെ ദുഃഖത്തിലും കണ്ണുനീരിൽ പോലും ഒരു നക്ഷത്രം പോലെ തിളങ്ങുന്നുണ്ടായിരുന്നു. അത്രയും സൗന്ദര്യമുള്ള ഒരു മനുഷ്യസ്ത്രീയെ ശംഹൂറഷ് ഇതിനു മുൻപ് കണ്ടിട്ടില്ല. ആ നിമിഷം അവളെ സ്വന്തമാക്കണമെന്ന് അവൻ തീരുമാനിച്ചു. ജിന്ന് ഒരു ഭീകരമായ അട്ടഹാസത്തോടെ അവരുടെ വള്ളത്തിനടുത്തേക്ക് താഴ്ന്നു വന്നു. ആ ശബ്ദത്തിൽ അബൂ സയ്യാദിൻ്റെ ബോധം പോകാഞ്ഞത് ഭാഗ്യം. അവൻ്റെ കൈകാലുകൾ വിറയ്ക്കാൻ തുടങ്ങി, പല്ലുകൾ കൂട്ടിയിടിച്ചു. ഹേ നിസ്സാരനായ മനുഷ്യ! ജിന്നിൻ്റെ ശബ്ദം ഇടിമുഴക്കം പോലെ ആ കായലിൽ മുഴങ്ങി. ഈ സൗന്ദര്യത്തിനുടമയാകാൻ നിനക്കെന്തു യോഗ്യതയാണുള്ളത്? ഇവൾ എനിക്കുള്ളതാണ്. അബൂ സയ്യാദിന് മറുപടി പറയാൻ പോലും അവസരം കിട്ടിയില്ല. ജിന്ന് തൻ്റെ വലിയ കൈ നീട്ടി ഒരു പൂ പറിച്ചെടുക്കുന്ന ലാഘവത്തോടെ ഹുസ്നുൽ ജമാലിനെ വള്ളത്തിൽ നിന്നും കോരിയെടുത്തു. അവൾ ഭയം കൊണ്ട് നിലവിളിക്കാൻ ശ്രമിച്ചെങ്കിലും ശബ്ദം പുറത്തു വന്നില്ല. അവളുടെ ശരീരം മരവിച്ചു പോയിരുന്നു. ഒരു നിമിഷം മുൻപ് വരെ അവളെ തട്ടിക്കൊണ്ടുവന്ന അബൂ സയ്യാദ് ഇപ്പോൾ ആ ഭീകരരൂപിയുടെ മുന്നിൽ ഒരു പുഴുവിനെ പോലെ നിസ്സഹായനായിരിക്കുന്നത് അവൾ കണ്ടു. എന്നെ ഒന്നും ചെയ്യരുത്, അവളെ കൊണ്ടുപോയിക്കോളൂ, അബൂ സയ്യാദ് ജീവനു വേണ്ടി യാചിച്ചു. ജിന്നവനെ നോക്കി പുച്ഛത്തോടെയൊന്ന് ചിരിച്ചു. നിന്റെ ജീവനെടുത്ത് എൻ്റെ കഴികൾ അശുദ്ധമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ നിന്റെ ചതിക്ക് പ്രകൃതി തന്നെ ശിക്ഷ തരും. അതും പറഞ്ഞ് ജിന്ന ആകാശത്തേക്ക് ഉയർന്നതും അതുവരെ ഇല്ലാത്ത ശക്തിയോടെ ഒരു കൂറ്റൻ തിരമാല വന്ന് അവരുടെ വള്ളത്തിൽ ആഞ്ഞടിച്ചു. വള്ളം ഒരു കളിപ്പാട്ടം പോലെ തകർന്നു തരിപ്പണമായി. അബൂ സയ്യാദ് കായലിലെ ഇരുണ്ട ആഴങ്ങളിലേക്ക് വലിച്ചെറിയപ്പെട്ടു. അവൻ്റെ നിലവിളി ആ കൊടുങ്കാറ്റിൻ്റെ ശബ്ദത്തിൽ അലിഞ്ഞില്ലാതായി. ഹുസ്നുൽ ജമാൽ അപ്പോഴും ജിന്നിൻ്റെ കൈകളിലായിരുന്നു. അവൾക്ക് ചുറ്റുമുള്ള ലോകം ഒരു ചുഴലി പോലെ കറങ്ങുന്നുണ്ടായിരുന്നു. കാറ്റവളുടെ മുടിയിഴകളെ പാറിപ്പറത്തി കൊടുങ്കാറ്റിൻ്റെ തണുപ്പ് ശരീരത്തെ വിറപ്പിച്ചു. അവർ മേഘങ്ങൾക്കിടയിലൂടെ മിന്നൽ പിണലുകളെ വകഞ്ഞുമാറ്റി അതിവേഗം സഞ്ചരിക്കുകയാണ്. താഴെ കരയും കടലും ഒരുപോലെ അപ്രത്യക്ഷമായി. താൻ മരിക്കുകയാണോ അതോ ഇതൊരു പേടിസ്വപ്നമാണോ എന്ന് അവൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അവളുടെ ബോധം പതിയെ മാഞ്ഞു തുടങ്ങി. എത്ര നേരം ആ യാത്ര തുടർന്നു എന്ന് അവൾക്കറിയില്ല. കണ്ണു തുറന്നപ്പോൾ അവൾ കണ്ടത് തികച്ചും അപരിചിതമായ ഒരു ലോകമാണ്. ഭൂമിയിലെവിടെയും കാണാത്ത നിറങ്ങളിലുള്ള പൂക്കൾ, സ്ഫടികം പോലെ തിളങ്ങുന്ന മരങ്ങൾ, ആകാശത്ത് 2 ചന്ദ്രന്മാർ. അവൾ കിടന്നിരുന്നത് തൂവരുകളേക്കാൾ മൃദുവായ ഒരു കിടക്കയിലായിരുന്നു. അവൾ എഴുന്നേറ്റ് ചുറ്റും നോക്കി. അതൊരു കൊട്ടാരമായിരുന്നു. പക്ഷേ കല്ലുകൊണ്ടോ മരം കൊണ്ടോ നിർമ്മിച്ച ഒന്നായിരുന്നില്ല അത്. മേഘങ്ങൾ കൊണ്ടും നക്ഷത്രങ്ങൾ കൊണ്ടും പണിതതുപോലെ തോന്നിക്കുന്ന ഒരു മായാ കൊട്ടാരം. പെട്ടെന്ന് അവളുടെ മുന്നിൽ ശംഹൂറഷ് പ്രത്യക്ഷപ്പെട്ടു. ഇപ്പോൾ അവൻ ആ ഭീകര രൂപത്തിലായിരുന്നില്ല, പകരം അതിസുന്ദരനായ ഒരു രാജകുമാരൻ്റെ രൂപത്തിലായിരുന്നു. അവൻ്റെ കണ്ണുകൾക്ക് മാത്രം ആ പഴയ തീക്ഷ്ണതയുണ്ടായിരുന്നു. ഭയപ്പെടേണ്ട സുന്ദരി, അവൻ സൗമ്യമായി പറഞ്ഞു. ഇത് ജിന്നുകളുടെ ലോകമാണ്, എൻ്റെ ലോകം. ഇനി മുതൽ ഇതാണ് നിന്റെയും ലോകം. ഹുസ്നുൽ ജമാൽ ഒന്നും മിണ്ടാതെ അവനെ തുറിച്ചു നോക്കി. അവളുടെ കണ്ണുകളിൽ ഭയമായിരുന്നില്ല, കത്തുന്ന ഒരുതരം പ്രതിഷേധമായിരുന്നു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ശംഹൂറഷ് തുടർന്നു. എൻ്റെ രാജ്ഞിയാകാൻ നിനക്ക് സമ്മതമാണോ? ഈ ലോകം മുഴുവൻ ഞാൻ നിന്റെ കാൽക്കീഴിലാക്കാം. മനുഷ്യലോകത്തെ സുഖങ്ങളെല്ലാം വെറും നിഴലുകൾ മാത്രമാണെന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരാം. അവൻ കൈയൊന്നു ഞൊടിച്ചതും മുറി നിറയെ സ്വർണവും രത്നങ്ങളും പ്രത്യക്ഷപ്പെട്ടു. ലോകത്തിലെ ഒരു രാജാവിനും സങ്കൽപ്പിക്കാൻ കഴിയാത്തത്രയും വലിയ സമ്പത്ത്. പക്ഷേ ഹുസ്നുൽ ജമാലിൻ്റെ മുഖത്ത് ഒരു ഭാവമാറ്റവും ഉണ്ടായില്ല. അവൾ പതിയെ എഴുന്നേറ്റ് നിന്നു, നേരെ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. എൻ്റെ ഹൃദയം മറ്റൊരാൾക്ക് ഞാൻ കൊടുത്തുപോയി. അത് തിരികെ എടുക്കാൻ എനിക്കാവില്ല. അതുകൊണ്ട് നിങ്ങളുടെ രാജ്ഞിയാകാൻ എനിക്ക് കഴിയില്ല. എന്നെ എൻ്റെ ലോകത്തേക്ക് തിരിച്ചയക്കൂ. അവളുടെ ശബ്ദം ചെറുതായിരുന്നെങ്കിലും അതിലൊരു ദൃഢനിശ്ചയമുണ്ടായിരുന്നു. ആ ഉത്തരം ശംഹൂറഷിനെ അത്ഭുതപ്പെടുത്തി, ഒപ്പം കോപാകുലനാക്കുകയും ചെയ്തു. ഒരു മനുഷ്യപ്പെണ്ണ് തന്നെ തിരസ്കരിക്കുകയോ? അവനത് പ്രതീക്ഷിച്ചിരുന്നില്ല. അവൻ്റെ മുഖം വീണ്ടും പഴയ ജിന്നിൻ്റെ ഭാവത്തിലേക്ക് മാറാൻ തുടങ്ങി. നിനക്ക് മറ്റു വഴികളില്ല പെണ്ണെ. ഒന്നുകിൽ എൻ്റെ രാജ്ഞിയായി ഇവിടെ വാഴാം, അല്ലെങ്കിൽ ഈ കൊട്ടാരത്തിലെ തടവറയിൽ കിടന്ന് നരകിക്കാം. തീരുമാനം നിന്റേതാണ്.
പുഴയുടെ തീരത്ത് ഉദയസൂര്യൻ്റെ ആദ്യ കിരണങ്ങൾ ഏറ്റുവാങ്ങി ബദറുൽ മുനീർ തകർന്നിരിക്കുകയാണ്. അവൻ്റെ മുന്നിൽ കഴിഞ്ഞുപോയ രാത്രിയുടെ ഓർമ്മകൾ ഒരു പേടി സ്വപ്നം പോലെ ചുറ്റിത്തിരിയുന്നു. ഹുസ്നുൽ ജമാലിൻ്റെ മുഖം, അവളുടെ പ്രതീക്ഷയോടെയുള്ള കാത്തിരിപ്പ്, പിന്നെ ചതിയുടെ തണുത്ത യാഥാർത്ഥ്യം, എല്ലാം ഒരുമിച്ച് അവൻ്റെ ഹൃദയത്തിലേക്ക് ഒരു കഠാര പോലെ തുളച്ചുകയറി. അവൻ്റെ കണ്ണുകൾ കരഞ്ഞു കലങ്ങിയിരിക്കുന്നു. ശരീരത്തിന് ചലിക്കാൻ ശേഷിയില്ലാത്തതുപോലെ തോന്നുന്നു. ഈ ലോകത്ത് താൻ ഒറ്റപ്പെട്ടു പോയെന്ന ഒരു തോന്നൽ അവനെ പൊതിഞ്ഞു. എത്ര നേരം അവിടെ ഇരുന്നുവെന്ന് അവൻ അറിയില്ല. ഒടുവിൽ ശരീരത്തിലെ അവസാനത്തെ ഊർജവും സംഭരിച്ച് അവൻ എഴുന്നേറ്റു. കാലുകൾക്ക് ഭാരമില്ലാത്തതുപോലെ ഒരു യന്ത്രം കണക്കെ അവൻ വീട്ടിലേക്ക് നടന്നു. അവൻ്റെ വരവും കാത്ത് ഉമ്രത്തു തന്നെ അച്ഛനുണ്ടായിരുന്നു. ആ വൃദ്ധനായ മന്ത്രിയുടെ കണ്ണുകളിൽ രാത്രി മുഴുവൻ ഉറങ്ങാത്തതിൻ്റെ ക്ഷീണവും മകനെയോർത്തുള്ള ആധിയും ഒരുപോലെ നിഴലിച്ചിരുന്നു. മുനീറിൻ്റെ കോലം കണ്ടതും ആ അച്ഛൻ്റെ ഹൃദയം തകർന്നു. ഒന്നും ചോദിക്കാതെ തന്നെ എല്ലാം അദ്ദേഹത്തിന് മനസ്സിലായിരുന്നു. മുനീർ നടന്ന സംഭവങ്ങളെല്ലാം അച്ഛനോട് പറഞ്ഞു. ചതിക്കപ്പെട്ടതും ഹുസ്നുൽ ജമാലിനെ ആരോ തട്ടിക്കൊണ്ടുപോയതും ഇടറിയ വാക്കുകളിൽ അവൻ വിവരിച്ചു. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ആ മന്ത്രിയുടെ കണ്ണുകളും നിറഞ്ഞു. അദ്ദേഹം മകനെ ചേർത്ത് പിടിച്ചു. എല്ലാം ദൈവഹിതം, അദ്ദേഹം മന്ത്രിച്ചു. ചിലപ്പോൾ ഇതായിരിക്കും നമുക്ക് നല്ലത്. ആ രാജകുമാരിയെ മറക്കാൻ ശ്രമിക്കുക. ആ വാക്കുകൾ കേട്ടതും ബദറുൽ മുനീർ അച്ഛൻ്റെ കൈകളിൽ നിന്നും കുതറിമാറി. മറക്കാനോ? അതെങ്ങനെ കഴിയും അച്ഛ? അവൾ എൻ്റെ ജീവനാണ്. അവൾ എവിടെയാണെന്നോ എന്തപകടത്തിലാണെന്നോ എനിക്കറിയില്ല. അവളെ ഇങ്ങനെ മരണത്തിന് വിട്ടുകൊടുത്തിട്ട് എനിക്കീ ജീവിതം വേണ്ട. അവൻ്റെ ശബ്ദം ദൃഢമായിരുന്നു. പിന്നെ നീ എന്തു ചെയ്യാൻ പോവുകയാണ്? അച്ഛൻ നിസ്സഹായതയോടെ ചോദിച്ചു. ഞാൻ അവളെ അന്വേഷിച്ചു പോവുകയാണ്, അവൻ പറഞ്ഞു. ഈ ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും അവളെ ഞാൻ കണ്ടെത്തും, ജീവനോടെയോ അല്ലെങ്കിൽ. ആ വാക്ക് അവന് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. മകൻ്റെ ഭ്രാന്തമായ ആ തീരുമാനം കേട്ട് ആ അച്ഛൻ ഞെട്ടി. മുനീറേ, നീ എന്താണ് ഈ പറയുന്നത്? എവിടെ പോയി അന്വേഷിക്കും? ആരാണ് അവളെ കൊണ്ടുപോയതെന്ന് പോലും നമുക്കറിയില്ല. ഇതൊരു ആത്മഹത്യക്ക് തുല്യമാണ്. ഈ വൃദ്ധനായ അച്ഛനെ തനിച്ചാക്കി നീ പോകരുത്. ക്ഷമിക്കണം അച്ഛാ, മുനീർ അച്ഛൻ്റെ കാൽക്കൽ വീണു. അങ്ങേ വിട്ടുപോകുന്നതിൽ എനിക്ക് വേദനയുണ്ട്. പക്ഷെ അവൾ എൻ്റെ പ്രാണനാണ്. അവൾ എൻ്റെ ഉത്തരവാദിത്തമാണ്. ഞാനില്ലാതെ അവൾ അവിടെ ഒറ്റയ്ക്ക് വേദനിക്കുമ്പോൾ എനിക്കിവിടെ സമാധാനമായി ഉറങ്ങാൻ കഴിയില്ല. ഒന്നുകിൽ അവളെയും കൊണ്ട് ഞാൻ തിരിച്ചു വരും, അല്ലെങ്കിൽ എൻ്റെ മരണം വരെ ഞാൻ അവളെ തേടിക്കൊണ്ടിരിക്കും. മകൻ്റെ കണ്ണുകളിലെ ഉറപ്പ് കണ്ടപ്പോൾ ഇനി അവനെ തടഞ്ഞിട്ട് കാര്യമില്ലെന്ന് ആ പിതാവിന് മനസ്സിലായി. കണ്ണുനീരോടെ അദ്ദേഹം അവനെ എഴുന്നേൽപ്പിച്ചു. നെറുകയിൽ ചുംബിച്ചു. നിന്റെ യാത്ര വിജയിക്കട്ടെ, ദൈവം നിന്നെ കാക്കട്ടെ, അദ്ദേഹം അനുഗ്രഹിച്ചു. അധികം വൈകിയില്ല. ബദറുൽ മുനീർ യാത്രയ്ക്ക് തയ്യാറായി. വിലപിടിപ്പുള്ള വസ്ത്രങ്ങളെല്ലാം അവൻ ഉപേക്ഷിച്ചു. ഒരു സാധാരണ യാത്രക്കാരൻ്റെ വേഷം ധരിച്ചു. കൂട്ടിനായി തൻ്റെ പ്രിയപ്പെട്ട കുതിര, അരയിലൊരു വാള്, തോളിൽ കുറച്ച് ഭക്ഷണവും വെള്ളവും അടങ്ങുന്ന ഒരു ചെറിയ ഭാണ്ഡം. അതായിരുന്നു അവൻ്റെ ആകെയുള്ള സമ്പാദ്യം. അമ്മയോടും സഹോദരങ്ങളോടും യാത്ര ചോദിക്കുമ്പോൾ ആ വീട് മുഴുവൻ കണ്ണുനീരിൽ കുതിർന്നു. ഒടുവിൽ ആ വീടിനോടും തന്നെ സ്നേഹിക്കുന്നവരോടും വിട പറഞ്ഞ് തൻ്റെ പ്രിയതമയെ തേടിയുള്ള ഒരു അനിശ്ചിതമായ യാത്രയ്ക്ക് അവൻ തുടക്കം കുറിച്ചു. എങ്ങോട്ട് പോകണമെന്നോ എവിടെ തുടങ്ങണമെന്നോ അവൻ അറിയില്ലായിരുന്നു. അവൻ്റെ മുന്നിൽ വഴികളില്ലായിരുന്നു, വഴിയടയാളങ്ങളുമില്ലായിരുന്നു. ഹൃദയത്തിലെ പ്രണയമെന്നൊരൊറ്റ വെളിച്ചം മാത്രമായിരുന്നു അവൻ്റെ വഴികാട്ടി. ബദറുൽ മുനീറിൻ്റെ കുതിര നാടും നഗരവും താണ്ടി മുന്നോട്ട് കുതിക്കുന്നു. ആദ്യത്തെ കുറച്ചു ദിവസങ്ങൾ അവൻ ആ പുഴയുടെ തീരത്തുകൂടിയാണ് സഞ്ചരിച്ചത്. ഒരു പക്ഷേ അവളെ തട്ടിക്കൊണ്ടുപോയവർ എന്തെങ്കിലും ഒരു തുമ്പ് അവശേഷിപ്പിച്ചിട്ടുണ്ടാകാമെന്നൊരു നേരിയ പ്രതീക്ഷ അവൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. അവൻ വഴിയരികിൽ കാണുന്ന സത്രങ്ങളിൽ കയറി യാത്രക്കാരോട് സംസാരിച്ചു. അസാധാരണമായി എന്തെങ്കിലും കണ്ടോ എന്ന് പലരോടും ചോദിച്ചു. ചിലർ അവനെ ഭ്രാന്തനെ പോലെ നോക്കി, മറ്റു ചിലർ സഹതാപത്തോടെ തലയാട്ടി. ആർക്കും ഒന്നും അറിയില്ലായിരുന്നു. ദിവസങ്ങൾ ആഴ്ചകളായി, ആഴ്ചകൾ മാസങ്ങളായി. അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ഭക്ഷണം തീർന്നു, പണം തീർന്നു. പലപ്പോഴും പച്ചവെള്ളം മാത്രം കുടിച്ച് അവൻ ദിവസങ്ങൾ തള്ളി നീക്കി. അവൻ്റെ ശരീരം ക്ഷീണിച്ചു, വസ്ത്രങ്ങൾ കീറിപ്പറഞ്ഞു. ഒരു കാലത്ത് മന്ത്രിയുടെ സുന്ദരനായ പുത്രനായിരുന്ന അവൻ ഇപ്പോൾ ആരും തിരിച്ചറിയാത്ത ഒരു യാചകന്റെ കോലത്തിലായി. പക്ഷേ അവൻ്റെ കണ്ണുകളിലെ തീക്ഷ്ണത മാത്രം കെട്ടില്ല. ഹുസ്നുൽ ജമാൽ എന്ന നാമം ഒരു മന്ത്രം പോലെ അവൻ ഉരുവിട്ടുകൊണ്ടേയിരുന്നു.
അവൻ്റെ യാത്ര അവനെ കാടുകളിലൂടെയും മലകളിലൂടെയും നടത്തിച്ചു. വന്യമൃഗങ്ങളെ അവൻ ഭയപ്പെട്ടില്ല. കൊള്ളക്കാരെ അവൻ ധൈര്യത്തോടെ നേരിട്ടു. അവൻ്റെ അരയിലെ വാൾ പലപ്പോഴും അവനൊരു തുണയായി. ഉറക്കത്തിൽ പോലും അവൻ അവളുടെ മുഖം സ്വപ്നം കണ്ടു. ആ സ്വപ്നങ്ങളാണ് ഓരോ പ്രഭാതത്തിലും എഴുന്നേറ്റ് വീണ്ടും നടക്കാൻ അവന് ശക്തി നൽകിയത്. ഒടുവിൽ മാസങ്ങൾ നീണ്ട അലച്ചിലിനൊടുവിൽ അവനൊരു വലിയ സമുദ്രത്തിൻ്റെ തീരത്തെത്തി. അവൻ്റെ മുന്നിൽ ആകാശം മുട്ടി നിൽക്കുന്ന തിരമാലകൾ അലറുന്നു. ആ അനന്തമായ ജലപ്പരപ്പിലേക്ക് നോക്കി നിൽക്കെ ആദ്യമായി അവൻ്റെ പ്രതീക്ഷകൾക്ക് ഒരു മങ്ങലേറ്റു. ഇത്രയും വലിയ ലോകത്ത് ഈ മഹാസമുദ്രത്തിൻ്റെ ഏത് കോണിലായിരിക്കും തൻ്റെ പ്രിയതമ? ഒരുപക്ഷേ അവൾ ജീവനോടെ പോലും ഉണ്ടാകില്ല എന്നൊരു ദുഃഖചിന്ത ആദ്യമായി അവൻ്റെ മനസ്സിലൂടെ കടന്നുപോയി. അവൻ്റെ കാൽമുട്ടുകൾക്ക് ബലം നഷ്ടപ്പെട്ടു. അവൻ ആ മണൽത്തരികളിൽ തളർന്നിരുന്നു. അവിടെ ആ തീരത്ത് കുറച്ച് മുക്കുവന്മാർ അവരുടെ വല നന്നാക്കുകയായിരുന്നു. അവർ ദൂരെ നിന്നും ഈ ചെറുപ്പക്കാരനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൻ്റെ തളർന്ന രൂപം കണ്ട് അവർക്ക് സഹതാപം തോന്നി. അവരിലൊരാൾ പ്രായം ചെന്ന ഒരു മുക്കുവൻ കുറച്ചു വെള്ളവും ഒരു കഷ്ണം ഉണക്കമീനുമായി അവൻ്റെ അടുത്തേക്ക് ചെന്നു. ആരാണ് നീ ചെറുപ്പക്കാരാ? എന്തിനാണിങ്ങനെ തളർന്നിരിക്കുന്നത്? അയാൾ സ്നേഹത്തോടെ ചോദിച്ചു. ബദ്രുൽ മുനീർ നടന്ന കാര്യങ്ങളെല്ലാം അവരോട് പറഞ്ഞു. അവൻ്റെ കഥ കേട്ടപ്പോൾ ആ മുക്കുവന്മാരുടെ കണ്ണുകളും ഈറനണിഞ്ഞു. നിന്റെ നഷ്ടം വലുതാണ് മോനെ, ആ വൃദ്ധൻ പറഞ്ഞു. പക്ഷേ ദൈവത്തിൽ വിശ്വസിക്കുക. അവൻ പോയ രാത്രിയെക്കുറിച്ച് മുനീർ അവരോട് ചോദിച്ചു. ആ അമാവാസ്യ രാത്രിയെക്കുറിച്ച്. ആ ചോദ്യം കേട്ടതും ആ മുക്കുവന്മാരുടെ മുഖത്ത് ഒരു ഭാവമാറ്റം വന്നു. അവർ പരസ്പരം നോക്കി. ആ രാത്രിയോ? വൃദ്ധൻ പറഞ്ഞു. ആ രാത്രി ഞങ്ങൾക്കാർക്കും മറക്കാൻ കഴിയില്ല. ജീവിതത്തിൽ ഇന്നുവരെ കണ്ടിട്ടില്ലാത്തൊരു കൊടുങ്കാറ്റായിരുന്നു അന്ന്. ഞങ്ങൾ കടലിൽ പോകാൻ തയ്യാറെടുക്കുകയായിരുന്നു. പെട്ടെന്നാണ് ആകാശം കറുത്തിരണ്ടത്, ഇടിയും മിന്നലും. പക്ഷെ അതൊരു സാധാരണ മിന്നലായിരുന്നില്ല. ആകാശത്തൊരു തീഗോളം നീങ്ങുന്നത് പോലെ ഞങ്ങൾക്ക് തോന്നി. അതോടൊപ്പം ഒരു ഭീകരമായ അലർച്ചയും ഞങ്ങൾ കേട്ടു. ബദറുൽ മുനീറിൻ്റെ ഹൃദയം ശക്തിയായി ഇടിക്കാൻ തുടങ്ങി. അവൻ പ്രതീക്ഷയോടെ ആ മുക്കുവിൻ്റെ മുഖത്തേക്ക് നോക്കി. പിന്നെ നിങ്ങൾ എന്താണ് കണ്ടത്? അവൻ ആകാംക്ഷയോടെ ചോദിച്ചു. ഞങ്ങൾക്കൊന്നും വ്യക്തമായി കാണാൻ കഴിഞ്ഞില്ല. ആ തീഗോളത്തിൻ്റെ വെളിച്ചത്തിൽ ഒരു രൂപം ഒരു പെൺകുട്ടിയെയും കൊണ്ട് ആകാശത്തേക്ക് ഉയർന്നു പോകുന്നത് പോലെ, ഒരു മിന്നായം പോലെ ഞങ്ങൾ കണ്ടു. ഞങ്ങൾ കരുതി അത് ഞങ്ങളുടെ തോന്നലായിരിക്കുമെന്ന്. പിറ്റേ ദിവസം രാവിലെ തീരത്തൊരു തകർന്ന വള്ളത്തിൻ്റെ കഷ്ണങ്ങൾ അടിഞ്ഞിരുന്നു. കേട്ട പാതി ബദ്രുൽ മുനീർ ചാടി എഴുന്നേറ്റു. അവൻ്റെ ശിരകളിലേക്കൊരു പുതിയ ഊർജം പ്രവഹിക്കുന്നതുപോലെ അവന് തോന്നി. അവൾ ജീവനോടെയുണ്ട്. അവളെ തട്ടിക്കൊണ്ടുപോയത് ഒരു സാധാരണ മനുഷ്യനല്ല, അതിശയകരമായ എന്തോ ശക്തിയാണ്. ഒരുപക്ഷെ അതൊരു ജിന്നോ ഭൂതമോ ആകാം. അവൻ്റെ അന്വേഷണത്തിനൊരു പുതിയ ദിശ ലഭിച്ചിരിക്കുന്നു. ഇനി വെറും നാടുകൾ തേടിയല്ല, മറിച്ച് കഥകളിലും കെട്ടുകഥകളിലും മാത്രം കേട്ടിട്ടുള്ള ഒരു ലോകത്തേക്കാണ് താൻ യാത്ര ചെയ്യേണ്ടതെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ആ നിമിഷം മുതൽ അവൻ്റെ യാത്രയുടെ സ്വഭാവം മാറുകയായിരുന്നു. അതൊരു പ്രണയിനിയുടെ അന്വേഷണം എന്നതിലുപരി മനുഷ്യനും അമാനുഷിക ശക്തികളും തമ്മിലുള്ളൊരു പോരാട്ടത്തിൻ്റെ തുടക്കമായിരുന്നു. മുക്കുവന്മാരിൽ നിന്ന് ലഭിച്ച വിവരം ബദ്രുൽ മുനീറിൻ്റെ യാത്രയ്ക്ക് ഒരു പുതിയ ദിശാബോധം നൽകിയിരിക്കുന്നു. അവൻ്റെ ശത്രു മനുഷ്യനല്ല, മറിച്ച് ആകാശത്തിലും ഭൂമിയിലും സഞ്ചരിക്കാൻ കഴിവുള്ള സാധാരണ മനുഷ്യൻ്റെ കഴിവിനും അപ്പുറത്തുള്ള ഒരു ശക്തിയാണ്. ഈ തിരിച്ചറിവ് അവനെ ഭയപ്പെടുത്തുന്നതിന് പകരം അവൻ്റെ ദൃഢനിശ്ചയത്തെ ആളിക്കത്തിക്കുകയാണ് ചെയ്തത്. ഇനി വെറുതെ അലഞ്ഞു തിരിഞ്ഞിട്ട് കാര്യമില്ല. ജിന്നുകളെയും മറ്റദൃശ്യ ശക്തികളെയും കുറിച്ച് അറിവുള്ളവരെ കണ്ടെത്തണം. അവൻ്റെ യാത്രയുടെ സ്വഭാവം അതോടെ മാറുന്നു. അവൻ പട്ടണങ്ങളും നഗരങ്ങളും ഉപേക്ഷിച്ച് ഉൾനാടൻ ഗ്രാമങ്ങളിലേക്കും മലമുകളിലെ ആശ്രമങ്ങളിലേക്കും ഗുഹകളിൽ ഏകാന്തവാസം നയിക്കുന്ന ജ്ഞാനികളുടെ അടുത്തേക്കും യാത്ര തുടങ്ങി. അവൻ പഴയ ഗ്രന്ഥങ്ങൾ വായിക്കാൻ ശ്രമിച്ചു. തലമുറകളായി കൈമാറി വരുന്ന ഐതിഹ്യങ്ങൾക്കും നാടോടി കഥകൾക്കും കാതോർത്തു. പലരും അവനെ പരിഹസിച്ചോടിച്ചു. മറ്റു ചിലർ ഭ്രാന്താണെന്ന് കരുതി കല്ലെറിഞ്ഞു. പക്ഷേ ചില പ്രായമായ ആളുകൾ അവനോട് സംസാരിക്കാൻ തയ്യാറായി. അവർ അവന് ജിന്നുകളുടെ ലോകത്തെക്കുറിച്ച് പറഞ്ഞു തന്നു. അവർ പറഞ്ഞു, ജിന്നുകൾ പല ഗോത്രങ്ങളുണ്ട്. നല്ലവരുണ്ട്, ദുഷ്ടന്മാരുണ്ട്. അവർക്ക് മനുഷ്യരുടെ കണ്ണിൽപ്പെടാതെ സഞ്ചരിക്കാൻ കഴിയും. ചില ജിന്നുകൾക്ക് മനുഷ്യരുമായി പ്രണയത്തിൽ പോലും വീഴാൻ കഴിയും. അങ്ങനെയുള്ള കഥകൾ കേൾക്കുന്തോറും ഹുസ്നുൽ ജമാലിനെ തട്ടിക്കൊണ്ടുപോയത് ഒരു ജിന്ന് തന്നെയാണെന്ന് അവൻ ഉറപ്പായി. അങ്ങനെയുള്ള ഒരു ജ്ഞാനിയിൽ നിന്നാണ് അവൻ ജിന്നുകളുടെ താഴ്വാരയെക്കുറിച്ച് കേൾക്കുന്നത്.
മനുഷ്യർക്ക് പ്രവേശനമില്ലാത്ത, രണ്ട് ലോകങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു നിഗൂഢമായ സ്ഥലം. അവിടെ എത്താൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ ജിന്നുകളുടെ ലോകത്തേക്കൊരു വഴി തുറന്നു കിട്ടിയേക്കാം. പക്ഷേ അങ്ങോട്ടേക്കുള്ള യാത്ര മരണത്തെ മുഖാമുഖം കാണുന്നതിന് തുല്യമാണെന്നും ആരും അവിടം തടന്നു പോയിട്ടില്ലെന്നും ആ വൃദ്ധൻ അവന് മുന്നറിയിപ്പ് നൽകി. ആ മുന്നറിയിപ്പൊന്നും ബദ്രുൽ മുനീറിനെ പിന്തിരിപ്പിച്ചില്ല. അവൻ ആ താഴ്വാര ലക്ഷ്യമാക്കി യാത്ര തുടർന്നു. മാസങ്ങൾ നീണ്ട യാത്ര അവനെ കൊണ്ടെത്തിച്ചത് വിശാലമായൊരു മരുഭൂമിയിലേക്കാണ്. കണ്ണെത്താ ദൂരത്തോളം സ്വർണ്ണ നിറമുള്ള മണൽക്കൂനകൾ മാത്രം. പകൽ സൂര്യൻ തീഗോളം പോലെ കത്തിജ്വലിക്കുന്നു, രാത്രിയിൽ മരം കോച്ചുന്ന തണുപ്പും. സാധാരണ ഒരു മനുഷ്യന് ഒരു ദിവസം പോലും അതിജീവിക്കാൻ കഴിയാത്ത ഒരിടം. അവൻ്റെ പ്രിയപ്പെട്ട കുതിര ദിവസങ്ങളോളം അവനെയും കൊണ്ട് ആ മണൽക്കാട്ടിലൂടെ സഞ്ചരിച്ചു. ഒടുവിൽ ദാഹം കൊണ്ടും ക്ഷീണം കൊണ്ടും അത് തളർന്നു വീണു മരിച്ചു. തൻ്റെ യാത്രയിലെ ഏക കൂട്ടുകാരനെയും നഷ്ടപ്പെട്ടപ്പോൾ ബദറുൽ മുനീർ ആദ്യമായി തളർന്നുപോയി. അവൻ അതിൻ്റെ കഴുത്തിൽ തലോടി ഒരുപാട് നേരം കരഞ്ഞു. പിന്നീട് ഒരു ഭ്രാന്തനെ പോലെ അവൻ കാൽനടയായി ആ മരുഭൂമിയിലൂടെ നടന്നു. അവൻ്റെ തൊണ്ട വരണ്ടു, ചുണ്ടുകൾ പൊട്ടി, രക്തം വന്നു തുടങ്ങി. കയ്യിലുണ്ടായിരുന്ന വെള്ളം എന്നേ തീർന്നുപോയിരുന്നു. ഓരോ ചുവട് വയ്ക്കുമ്പോഴും അവൻ്റെ ബോധം മറയുന്നത് പോലെ തോന്നി. ദൂരെ മണൽക്കാറ്റിൽ തിളങ്ങുന്ന മരീചികകൾ അവനെ നോക്കി പരിഹസിച്ചു. ഹുസ്നുൽ ജമാലിൻ്റെ മുഖം അവൻ്റെ കൺമുന്നിൽ ഒരു മിഥ്യ പോലെ തെളിഞ്ഞുമായുന്നുണ്ടായിരുന്നു. ഇനി ഒരടി പോലും മുന്നോട്ട് വയ്ക്കാൻ കഴിയില്ലെന്ന് അവൻ ഉറപ്പായി. അവൻ ആ ചുട്ടുപൊള്ളുന്ന മണലിലേക്ക് മുഖം കുത്തി വീണു. അവസാനമായി അവൻ തൻ്റെ പ്രിയതമയുടെ പേര് മനസ്സിൽ മന്ത്രിച്ചു. അവൻ്റെ കണ്ണുകൾ പതിയെ അടഞ്ഞു. എന്നാൽ ബദറുൽ മുനീറിൻ്റെ കഥ അവിടെ അവസാനിക്കാൻ വിധിച്ചിരുന്നില്ല. ആ മരുഭൂമി ജിന്നുകളുടെ വിഹാരകേന്ദ്രം കൂടിയായിരുന്നു. അന്ന് ജിന്നുകളിലെ മറ്റൊരു രാജവംശത്തിലെ രാജകുമാരിയായ മൈമൂന തൻ്റെ തോഴിമാരുമായി ആകാശസഞ്ചാരത്തിനിറങ്ങിയ ദിവസമായിരുന്നു. ഷംഹുറഷിനെ പോലെ അഹങ്കാരിയോ ദുഷ്ടയോ ആയിരുന്നില്ല മൈമൂന. അവൾ ദയാലുവായിരുന്നു. മനുഷ്യരുടെ ലോകത്തെക്കുറിച്ചറിയാൻ എപ്പോഴും കൗതുകം കാണിച്ചിരുന്നു. ആകാശത്ത് നിന്ന് നോക്കുമ്പോൾ മണലിൽ ഒരു കറുത്ത പൊട്ടുപോലെ അനങ്ങാതെ കിടക്കുന്ന ബദറുൽ മുനീറിനെ അവൾ കണ്ടു. കൗതുകം തോന്നി അവൾ താഴെ ഇറങ്ങി വന്നു. പൊടി പിടിച്ച് കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളാണെങ്കിലും ആ മുഖത്തെ സൗന്ദര്യവും തേജസ്സും ആ അവസ്ഥയിലും പ്രകടമായിരുന്നു. ഒരു മനുഷ്യൻ എങ്ങനെ ഈ മരുഭൂമിയുടെ നടുവിലെത്തിയെന്ന് അവൾ അത്ഭുതപ്പെട്ടു. അവൾ അവൻ്റെ നെറ്റിയിൽ തൊട്ടുനോക്കി. അവൻ്റെ ജീവന്റെ തുടിപ്പ് വളരെ നീർത്തിരിക്കുന്നു എന്ന് അവൾക്ക് മനസ്സിലായി. ആ നിമിഷം അവൾക്ക് അവനോടൊരു പ്രത്യേക അടുപ്പം തോന്നി. അവനെ രക്ഷിക്കണമെന്ന് അവൾ തീരുമാനിച്ചു. അവൾ കണ്ണുകൾ അടച്ച് എന്തോ മന്ത്രിച്ചതും അവരുടെ ചുറ്റും ഒരു പ്രകാശവലയം രൂപപ്പെട്ടു. അടുത്ത നിമിഷം അവർ അവിടെ നിന്നും അപ്രത്യക്ഷരായി. ബദറുൽ മുനീർ കണ്ണു തുറക്കുമ്പോൾ അവൻ ആദ്യം കരുതിയത് താൻ സ്വർഗത്തിലാണെന്നാണ്. ചുട്ടുപൊള്ളുന്ന മണലിനു പകരം പനിനീര് തളിച്ചതുപോലെയുള്ള തണുപ്പുള്ളൊരു മെത്തയിലാണ് അവൻ കിടക്കുന്നത്. അവൻ്റെ ശരീരത്തിലെ മുറിവുകളും ക്ഷീണവും എല്ലാം അത്ഭുതകരമായി മാറിയിരിക്കുന്നു. അവൻ എഴുന്നേറ്റിരുന്നു. അതൊരു ഗുഹയായിരുന്നു. പക്ഷേ സാധാരണ ഗുഹയായിരുന്നില്ല അത്. അതിൻ്റെ ചുവരുകൾ വൈഡൂര്യം പോലെ തിളങ്ങുന്നുണ്ടായിരുന്നു. മുകളിൽ നിന്നും താഴേക്കൊഴുകുന്ന ഒരു ചെറിയ നീരുറവയുടെ സംഗീതം ആ മുറിയിൽ നിറഞ്ഞു നിന്നു. നിനക്ക് ബോധം തെളിഞ്ഞോ മനുഷ്യ? ആ ശബ്ദം കേട്ടാണ് അവൻ തിരിഞ്ഞു നോക്കിയത്. അവിടെ ആ നീരുറവയുടെ അരികിലിരുന്ന് തന്നെ നോക്കി പുഞ്ചിരിക്കുന്നൊരു പെൺകുട്ടിയെ അവൻ കണ്ടു. അവളുടെ സൗന്ദര്യം കണ്ട് ഒരു നിമിഷം അവൻ സ്തബ്ധനായിപ്പോയി. മനുഷ്യ സ്ത്രീകളിൽ ഇത്രയും സൗന്ദര്യമുള്ള ഒരാളെ അവൻ കണ്ടിട്ടില്ല. അവളുടെ കണ്ണുകൾക്ക് രാത്രിയിലെ ആകാശത്തിൻ്റെ നീലിമയായിരുന്നു. മുടിയിഴകളിൽ നക്ഷത്രങ്ങൾ തങ്ങി നിൽക്കുന്നതുപോലെ അവന് തോന്നി. ആരാണ് നീ? ഞാൻ എവിടെയാണ്? അവൻ അത്ഭുതത്തോടെ ചോദിച്ചു. എൻ്റെ പേര് മൈമൂന. ഇതെന്നുടെ വാസസ്ഥലമാണ്. മരുഭൂമിയിൽ മരണത്തിൻ്റെ വക്കിൽ കിടക്കുകയായിരുന്ന നിന്നെ ഞാനാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അവൾ സൗമ്യമായി മറുപടി പറഞ്ഞു. അപ്പോഴാണ് അവനൊരു കാര്യം ശ്രദ്ധിച്ചത്. അവൾ നിലത്തിരിക്കുകയായിരുന്നില്ല, മറിച്ച് നിലത്ത് നിന്നും ഒരടി ഉയരത്തിൽ വായുവിൽ തങ്ങി നിൽക്കുകയായിരുന്നു. അവളൊരു ജിന്നാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. പക്ഷെ അവളുടെ മുഖത്ത് ഷംഹൂറഷിനെ പോലെയുള്ള ക്രൂരതയോ അഹങ്കാരമോ ഒന്നുമില്ലായിരുന്നു. പകരം ദയയും സ്നേഹവുമാണ് നിഴലിച്ചത്. ബദറുൽ മുനീർ എഴുന്നേറ്റ് അവളുടെ മുന്നിൽ ചെന്ന് മുട്ടുകുത്തി. എൻ്റെ ജീവൻ രക്ഷിച്ചതിന് നന്ദി. ഞാൻ അങ്ങയുടെ അടിമയാണ്. മൈമൂന ചിരിച്ചു. എനിക്ക് അടിമകളൊന്നും ആവശ്യമില്ല. എഴുന്നേൽക്കൂ. നീ എങ്ങനെ ആ മരുഭൂമിയിൽ എത്തിപ്പെട്ടുവെന്ന് മാത്രം എനിക്കറിഞ്ഞാൽ മതി. നിന്റെ മുഖത്ത് എന്തോ വലിയൊരു ദുഃഖം നിഴലുന്നുണ്ട്. അവൻ എഴുന്നേറ്റ് നിന്ന് തൻ്റെ കഥ മുഴുവൻ അവളെ അറിയിച്ചു. ഹുസ്നുൽ ജമാലിനോട്ടുള്ള പ്രണയം, അവരുടെ വേർപിരിയൽ, ചതിയിലൂടെയുള്ള തട്ടിക്കൊണ്ടുപോകലും ഒടുവിൽ മുക്കുവന്മാരിൽ നിന്ന് ലഭിച്ച വിവരവും വരെ.
എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ മൈമൂനയുടെ മുഖം ദുഃഖം കൊണ്ട് വാടി. ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യസ്ത്രീയോട് ഇത്രയധികം സ്നേഹമുണ്ടാകുമോ എന്നവൾ അത്ഭുതപ്പെട്ടു. അവൻ്റെ കണ്ണുകളിൽ നിറഞ്ഞു നിന്ന പ്രണയത്തിൻ്റെ തീവ്രത അവൾക്ക് അവനോടുള്ള അടുപ്പം വർദ്ധിപ്പിച്ചു. അവൾ പോലും അറിയാതെ അവളുടെ ഹൃദയത്തിൽ അവനോടൊരു പ്രണയം മുട്ടിടുകയായിരുന്നു. ഷംഹൂറഷ്, അവൾ പതിയെ മന്ത്രിച്ചു. ആ പേര് കേട്ടതും മുനീർ ഞെട്ടി. അതെ, നിന്റെ പ്രിയതമയെ തട്ടിക്കൊണ്ടുപോയത് അവൻ തന്നെയാണ്. ജിന്നുകളിലെ ഏറ്റവും അഹങ്കാരിയും ക്രൂരനുമായ രാജകുമാരൻ. അവൻ്റെ കണ്ണിൽപ്പെടുന്ന ഒന്നിനെയും അവൻ വെറുതെ വിടാറില്ല. അവൻ്റെ പേര് കേട്ടതും തൻ്റെ ശത്രുവിനെ തിരിച്ചറിഞ്ഞതും ബദറുൽ മുനീറിൻ്റെ കണ്ണുകളിൽ രോഷം കത്തിജ്വലിച്ചു. എനിക്കവൻ്റെ അടുത്തേക്ക് പോകണം. എവിടെയാണവൻ? ദയവായി എനിക്ക് വഴി കാണിച്ചു തരൂ. മൈമൂന ഒരു നിമിഷം മൗനമായി. അവനെ സഹായിച്ചാൽ ഒരുപക്ഷെ തനിക്കവനെ എന്നേക്കുമായി നഷ്ടപ്പെട്ടേക്കാം എന്നൊരു ചിന്ത അവളുടെ മനസ്സിലൂടെ കടന്നുപോയി. പക്ഷേ അവൻ്റെ മുഖത്തെ ദയനീയമായ ഭാവം കണ്ടപ്പോൾ അവളുടെ മനസ്സലിഞ്ഞു. അതത്ര എളുപ്പമല്ല, അവൾ പറഞ്ഞു. അവൻ്റെ കൊട്ടാരം ഖാഫ് മലയുടെ മുകളിലാണ്. അങ്ങോട്ടേക്ക് മനുഷ്യർക്ക് എത്തിപ്പെടാൻ കഴിയില്ല. 1000 ഭീകരന്മാരായ ജിന്നുകളാണ് അവൻ്റെ കൊട്ടാരത്തിന് കാവൽ നിൽക്കുന്നത്. നീ അവിടെ എത്തിയാൽ മരണമുറപ്പാണ്. എനിക്ക് പേടിയില്ല, മുനീർ പറഞ്ഞു. അവളുടെ ജീവനു വേണ്ടിയാണെങ്കിൽ മരിക്കാനും ഞാൻ തയ്യാറാണ്. അവൻ്റെ ധൈര്യം കണ്ടപ്പോൾ മൈമൂനയ്ക്ക് അവനോടുള്ള ബഹുമാനം വർദ്ധിച്ചു. അവൾ ഒരു തീരുമാനമെടുത്തു. ഞാൻ നിന്നെ സഹായിക്കാം, അവൾ പറഞ്ഞു. അവൻ്റെ കോട്ടയിലേക്ക് നേരിട്ട് പോകുന്നത് ബുദ്ധിയല്ല. അതിനു മുൻപ് നീ ചില തയ്യാറെടുപ്പുകൾ നടത്തണം. നിന്നെ സഹായിക്കാൻ കഴിയുന്ന ചിലരുണ്ട്. അവരിലേക്ക് ഞാൻ നിന്നെ എത്തിക്കാം. വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി ബദ്രുൽ മുനീറിൻ്റെ ഹൃദയത്തിൽ ശരിയായ ഒരു പ്രതീക്ഷയുടെ കിരണമുദിച്ചു. അവൻ മൈമൂനയെ ഒരു മാലാഖിയെപ്പോലെ നോക്കി. അവൾ തനിക്ക് ദൈവം അയച്ചു തന്ന സഹായമാണെന്ന് അവൻ വിശ്വസിച്ചു. പക്ഷേ ആ ജിന്നു രാജകുമാരിയുടെ ഹൃദയത്തിൽ തനിക്ക് വേണ്ടിയൊരു പ്രണയം വളർന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നും അത് അവൻ്റെ യാത്രയെ കൂടുതൽ സങ്കീർണമാക്കാൻ പോകുന്നു എന്നുള്ള സത്യം അവൻ അറിഞ്ഞിരുന്നില്ല. മൈമൂനയുടെ സഹായവാഗ്ദാനം ബദ്രുൽ മുനീറിൻ്റെ തളർന്ന മനസ്സിൽ ഒരു പുതുമഴ പോലെ പെയ്തിറങ്ങി. വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി താൻ ഒറ്റയ്ക്കല്ലെന്ന ഒരു തോന്നൽ അവനുണ്ടായി. പക്ഷേ ജിന്നുകളുടെ ലോകം മനുഷ്യരുടേതുപോലെ ലളിതമായിരുന്നില്ല. സ്നേഹത്തിനും സഹായത്തിനും അവിടെ പലപ്പോഴും ഒരു വിലയുണ്ടായിരുന്നു. അത് ബദ്രുൽ മുനീർ പതിയെ തിരിച്ചറിയാൻ പോകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. മൈമൂന അവനെ അവളുടെ മായാലോകത്തിലെ അത്ഭുതങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവർ ഒരുമിച്ചു പറക്കുന്ന പരവതാനികളിലിരുന്ന് മേഘങ്ങൾക്കിടയിലൂടെ സഞ്ചരിച്ചു. അവൾ അവനുവേണ്ടി നക്ഷത്രങ്ങളെ കൈക്കുമ്പിളിലെടുത്ത് കാണിച്ചു കൊടുത്തു. സംസാരിക്കുന്ന മൃഗങ്ങളുള്ള കാടുകളിലൂടെയും തേനൊഴുകുന്ന പുഴകളിലൂടെയും നടത്തിച്ചു. ഓരോ നിമിഷവും അവൾ അവനോട് കൂടുതൽ അടുത്തുകൊണ്ടിരുന്നു. അവളുടെ സംസാരത്തിലും നോട്ടത്തിലും സഹായ മനസ്ഥിതിക്കപ്പുറമുള്ള ഒരു പ്രണയത്തിൻ്റെ തിളക്കം ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നു. ബദ്രുൽ മുനീർ ഹുസ്നുൽ ജമാലിനെക്കുറിച്ചുള്ള ചിന്തകളിൽ മുഴുകിയിരുന്നതുകൊണ്ട് ആ മാറ്റം വേണ്ടത്ര ശ്രദ്ധിച്ചില്ല. ഒരു ദിവസം അവർ ജിന്നുകളുടെ ലോകത്തെ ഏറ്റവും മനോഹരമായ ഒരു താഴ്വരയിലെത്തി. അവിടെ ഋതുക്കൾക്കെല്ലാം അതീതമായി വസന്തം മാത്രം നിലനിന്നിരുന്നു. ഭൂമിയിലെ ഒരു പൂവിനും താരതമ്യം ചെയ്യാനാവാത്ത സുഗന്ധമുള്ള പൂക്കൾ അവിടെ വിരിഞ്ഞു നിന്നു. ആ താഴ്വരയുടെ നടുവിൽ നിലാവിൻ്റെ നിറമുള്ള ഒരു തടാകമുണ്ടായിരുന്നു. ആ തടാകക്കരയിലിരുന്ന് മൈമൂന അവൻ്റെ കണ്ണുകളിലേക്ക് നേരിട്ടു നോക്കി. മുനീർ എന്നവൾ മൃദുവായി വിളിച്ചു. നീ ഈ ലോകം കണ്ടില്ലേ? ഇവിടുത്തെ സൗന്ദര്യവും അത്ഭുതങ്ങളും. ഇതെല്ലാം നിനക്ക് സ്വന്തമാക്കാം. നീ തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്ന ആ മനുഷ്യലോകം ദുഃഖവും ചതിയും നിറഞ്ഞതാണ്. നിന്റെ പ്രണയം പോലും അവിടെ അപമാനിക്കപ്പെട്ടു. അവൾ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് ബദ്രുൽ മുനീറിന് മനസ്സിലായി തുടങ്ങിയിരുന്നു. അവൻ്റെ ഉള്ളിൽ ഒരസ്വസ്ഥത രൂപപ്പെട്ടു. മൈമൂന തുടർന്നു. ആ ഹുസ്നുൽ ജമാലിനെ നീ മറക്കണം. ഒരുപക്ഷേ അവൾ ഇതിനോടകം ഷംഹൂറഷിന് കീഴടങ്ങിയിട്ടുണ്ടാകാം. അല്ലെങ്കിൽ അവൻ അവളെ കൊന്നുകളഞ്ഞിട്ടുണ്ടാകാം. ഇല്ലാത്ത ഒരാൾക്ക് വേണ്ടി നീ എന്തിനാണ് നിന്റെ ജീവിതം പാഴാക്കുന്നത്? ഞാൻ നിന്നെ സ്നേഹിക്കുന്നു മുനീർ. എൻ്റെ ലോകത്തെ രാജാവായി, എൻ്റെ ഭർത്താവായി നീ ഇവിടെ വാഴണം. നിന്റെ ഒരു നോട്ടം മതി ഈ ലോകം മുഴുവൻ ഞാൻ നിന്റെ കാൽക്കീഴിലാക്കാൻ. അവളുടെ വാക്കുകൾ പൂർത്തിയായതും ആ താഴ്വരയിലെങ്ങും ഒരു നിശബ്ദത തളം കെട്ടി. ബദ്രുൽ മുനീർ എഴുന്നേറ്റ് നിന്നു. അവൻ അവളുടെ മുഖത്തു നോക്കിയില്ല. പകരം ദൂരേക്ക് നോക്കി അവൻ പറഞ്ഞു, രാജകുമാരി, നിങ്ങൾ എൻ്റെ ജീവൻ രക്ഷിച്ചു. ആ കടപ്പാട് എനിക്ക് ഈ ജന്മം തീർക്കാൻ കഴിയില്ല. പക്ഷേ എൻ്റെ ഹൃദയം
ഹുസ്നുൽ ജമാലിന് ഞാൻ എന്നേ നൽകിപ്പോയി. അവൾ ജീവനോടെയുണ്ടോ മരിച്ചോ എന്നെനിക്കറിയില്ല. പക്ഷേ എൻ്റെ അവസാന ശ്വാസം വരെ ആ ഹൃദയം അവൾക്ക് മാത്രം സ്വന്തമായിരിക്കും. എന്നോട് ക്ഷമിക്കണം. നിങ്ങളുടെ സ്നേഹം നിരസിക്കുന്നതിൽ എനിക്ക് വേദനയുണ്ട്. പക്ഷേ എനിക്കതിന് കഴിയില്ല. അതൊരിടിമുഴക്കം പോലെയാണ് മൈമൂനിയുടെ കാതുകളിൽ പതിച്ചത്. തിരസ്കരിക്കപ്പെട്ടതിൻ്റെ വേദനയും അപമാനവും അവളുടെ മുഖത്ത് മിന്നിമറിഞ്ഞു. അവളുടെ സൗമ്യമായ ഭാവം മാറി കണ്ണുകളിൽ ഒരുതരം കാഠിന്യം നിറഞ്ഞു. അവൾ അവനെ സ്നേഹിച്ചിരുന്നു. പക്ഷെ ജിന്നുകളുടെ സ്നേഹത്തിൽ ഉടമസ്ഥതയുടെ ഒരംശം എപ്പോഴും കൂടുതലായിരിക്കും. അപ്പോൾ നിനക്ക് അവളെ തന്നെ വേണം അല്ലേ? അവളുടെ ശബ്ദത്തിന് തണുപ്പ് കൂടിയിരുന്നു. ശരി, നിന്റെ സ്നേഹത്തിൻ്റെ ആഴം ഞാനൊന്ന് പരീക്ഷിക്കാം. നീ അവളെ സ്നേഹിക്കാൻ യോഗ്യനാണോ എന്ന് ഞാനൊന്ന് കാണട്ടെ. അതും പറഞ്ഞവൾ കൈയൊന്നു ഞൊടിച്ചതും അവർ നിന്നിരുന്ന ആ മനോഹരമായ താഴ്വര ഒരു നിമിഷം കൊണ്ട് അപ്രത്യക്ഷമായി. പകരം അവർ നിൽക്കുന്നത് തീഗോളങ്ങൾ വർഷിക്കുന്ന ഒരു അഗ്നിപർവ്വതത്തിൻ്റെ ചെരുവിലായിരുന്നു. ചുറ്റും ഭീകരരൂപികളായ ജീവികൾ അവരെ നോക്കി അലറുന്നുണ്ടായിരുന്നു. ഈ അഗ്നിപർവ്വതം കടന്ന് അപ്പുറമെത്താൻ നിനക്ക് കഴിഞ്ഞാൽ നിന്നെ സഹായിക്കുന്നതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കാം, അവൾ പറഞ്ഞു. എന്നിട്ടൊരു മിന്നൽ പോലെ അവൾ അവിടെ നിന്നും അപ്രത്യക്ഷയായി. ബദറുൽ മുനീർ ആ ഭീകരമായ ലോകത്തൊറ്റയ്ക്കായി. അതായിരുന്നു അവൻ്റെ ആദ്യത്തെ പരീക്ഷണം. ബദറുൽ മുനീർ ഒരു നിമിഷം സ്തബ്ധനായി നിന്നുപോയി. സ്നേഹം നിരസിക്കപ്പെട്ട ഒരു ജിന്ന് എത്രത്തോളം അപകടകാരിയാകുമെന്ന് അവൻ തിരിച്ചറിയുകയായിരുന്നു. പക്ഷേ ഭയന്നു നിൽക്കാൻ അവന് സമയമില്ലായിരുന്നു. ആകാശത്തു നിന്നും തീഗോളങ്ങൾ ഒരു മഴ പോലെ അവൻ്റെ നേർക്ക് പാഞ്ഞു വന്നു. അവൻ തൻ്റെ വാൾ ഊരിപ്പിടിച്ച് അവയെ വെട്ടിമാറ്റി മുന്നോട്ട് കുതിച്ചു. നിലത്തു നിന്നും ലാവ തിളച്ചു മറിയുന്നുണ്ടായിരുന്നു. ഓരോ ചവിടും ശ്രദ്ധിച്ചു വെച്ചില്ലെങ്കിൽ മരണമുറപ്പാണ്. അവൻ്റെ ധൈര്യം കണ്ടിട്ടെന്നോണം നിലം പിളർന്ന് ഭീകരരൂപികളായ ജിന്നുകൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. അവയുടെ കൈകളിൽ തീ കൊണ്ടുള്ള വാളുകളുണ്ടായിരുന്നു. അതൊരു തുല്യമല്ലാത്ത പോരാട്ടമായിരുന്നു. ഒരാൾക്കെതിരെ 100 കണക്കിന് പേർ. പക്ഷേ ബദറുൽ മുനീറിൻ്റെ സിരകളിൽ രാജരക്തവും പോരാളിയുടെ വീര്യവുമുണ്ടായിരുന്നു. ഹുസ്നുൽ ജമാലിൻ്റെ മുഖം മനസ്സിൽ ധ്യാനിച്ച് അവൻ ആ ജിന്ന് സൈന്യത്തോട് പൊരുതി. ദിവസങ്ങളോളം ആ പോരാട്ടം നീണ്ടുനിന്നു. അവന് ഭക്ഷണമോ വെള്ളമോ വിശ്രമമോ ഉണ്ടായിരുന്നില്ല. അവൻ്റെ ശരീരം മുറിവുകൾ കൊണ്ട് നിറഞ്ഞു. വാൾ പലതവണ കയ്യിൽ നിന്നും വഴുതിപ്പോയി. ഓരോ തവണ വീഴുമ്പോഴും അവൻ കൂടുതൽ ശക്തിയോടെ എഴുന്നേറ്റു. അവൻ്റെ പോരാട്ട വീര്യം കണ്ടിട്ട് ആ ജിന്നുകൾ പോലും ഒരു നിമിഷം അത്ഭുതപ്പെട്ടു. ദൂരെ ഒരു മേഘത്തിൻ മറവിൽ നിന്ന് മൈമൂന ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അവൻ്റെ ഓരോ മുറിവും അവളുടെ ഹൃദയത്തിലാണ് കൊണ്ടിരുന്നത്. അവനെ വേദനിപ്പിക്കണമെന്ന് അവൾ ആഗ്രഹിച്ചിരുന്നില്ല. മറിച്ച് അവൻ്റെ സ്നേഹത്തിൻ്റെ ശക്തിയൊന്ന് പരീക്ഷിക്കാൻ മാത്രമാണ് അവൾ ശ്രമിച്ചത്. പക്ഷേ അവൻ തോൽക്കുമെന്ന് കരുതിയ ഓരോ നിമിഷവും അവൻ അവളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് തിരിച്ചു വന്നു. അവൻ്റെ ഉള്ളിലെ പ്രണയത്തിൻ്റെ ശക്തി എത്ര വലുതാണെന്ന് അവൾ തിരിച്ചറിയുകയായിരുന്നു. അവൾക്ക് അവനോടുള്ള പ്രണയം കൂടുതൽ തീവ്രമായി. ഒടുവിൽ ആ അഗ്നിപർവ്വതത്തിൻ്റെ മുകളിലെത്തിയ ബദറുൽ മുനീർ തളർന്നു വീണു. അവൻ്റെ മുന്നിൽ ഇനി ഒരൊറ്റ ജിന്ന് സൈന്യാധിപൻ മാത്രം. അവനെയും കൂടി തോൽപ്പിച്ചാൽ ഈ പരീക്ഷണം അവസാനിക്കും. പക്ഷേ മുനീറിൻ്റെ ശരീരത്തിൽ ഇനി ഒട്ടും ഊർജം ബാക്കിയിരുന്നില്ല. അവൻ കണ്ണുകളടച്ച് മരണത്തെ പ്രതീക്ഷിച്ചു കിടന്നു. പെട്ടെന്ന് അവൻ്റെ കാതുകളിൽ ഒരു മധുരമായ സംഗീതം ഒഴുകിയെത്തി. അത് ഹുസ്നുൽ ജമാൽ അവനുവേണ്ടി പാടാറുണ്ടായിരുന്ന ഗാനമായിരുന്നു. അവൻ കണ്ണു തുറന്നു നോക്കി. എവിടെ നിന്നാണ് ആ സംഗീതം വരുന്നതെന്ന് അവൻ അറിയില്ലായിരുന്നു. പക്ഷേ ആ ഗാനം അവൻ്റെ ശിരകളിലേക്ക് ഒരു പുതിയ ഊർജം പകർന്നു. അവൻ അവസാനത്തെ ശക്തിയും സംഭരിച്ചെഴുന്നേറ്റു. ഒറ്റ വെട്ടിന് ആ സൈന്യാധിപൻ്റെ തലയറുത്തു. ആ നിമിഷം ആ അഗ്നിപർവ്വതവും ഭീകരജീവികളും അപ്രത്യക്ഷമായി. അവൻ വീണ്ടും ആ പഴയ പുൽമേട്ടിൽ തനിച്ചായി. അവൻ്റെ മുന്നിൽ മൈമൂന പ്രത്യക്ഷപ്പെട്ടു. അവളുടെ കണ്ണുകളിൽ ഇപ്പോൾ കോപമായിരുന്നില്ല, മറിച്ച് ബഹുമാനവും പ്രണയവും കലർന്ന ഒരു ഭാവമായിരുന്നു. നീ ജയിച്ചു മുനീർ, അവൾ പറഞ്ഞു. നിന്റെ സ്നേഹം സത്യമാണ്. ഞാൻ നിന്നെ ഷംഹു ഋഷിയുടെ അടുത്തേക്ക് എത്തിക്കാം. പക്ഷേ ഓർത്തുകൊള്ളുക, ഇത് നിന്റെ പരീക്ഷണങ്ങളുടെ തുടക്കം മാത്രമാണ്. ഇനിയും ഒരുപാട് കടമ്പകൾ നിനക്ക് കടക്കേണ്ടി വരും. അവൾ അവനെ സുഖപ്പെടുത്തി, വിശ്രമിക്കാൻ അനുവദിച്ചു. പക്ഷേ ബദറുൽ മുനീറിൻ്റെ മനസ്സിൽ ഇപ്പോൾ പുതിയൊരു ഭയമുടലെടുത്തിരുന്നു. മൈമൂനയുടെ പ്രണയം, അതൊരു സഹായമെന്നതിലുപരി ഒരു ചങ്ങലയായി അത് തൻ്റെ കഴുത്തിൽ വീഴുമെന്ന് അയാൾ ഭയപ്പെട്ടു. തൻ്റെ യാത്രയിൽ നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ പരീക്ഷണം ജിന്നുകളുടെ രാജാവായിരിക്കില്ല, മറിച്ച് സ്നേഹം നിഷേധിക്കപ്പെട്ട ഒരു ജിന്നുകളുടെ രാജകുമാരിയായിരിക്കുമെന്ന് അവൻക്ക് മനസ്സിലായി. ഹുസ്നുൽ ജമാലിനെ സംരക്ഷിക്കാൻ മാത്രമല്ല, സ്വന്തം ഹൃദയത്തെയും സംരക്ഷിക്കാൻ പോരാടേണ്ടി വരുമെന്ന് അവനക്ക് മനസ്സിലായി.
മൈമൂനയുടെ പരീക്ഷണത്തിൽ വിജയിച്ചതോടെ ബദറുൽ മുനീറിൻ്റെ യാത്ര ഒരു പുതിയ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അവൻ്റെ സ്നേഹത്തിൻ്റെ ആഴം തിരിച്ചറിഞ്ഞ മൈമൂനയുടെ മനസ്സിൽ നിന്നും കോപം അലിഞ്ഞില്ലാതായിരിക്കുന്നു. പകരം ആ സ്ഥാനത്ത് ആഴത്തിലുള്ള ബഹുമാനവും തീവ്രമായ പ്രണയവും നിറഞ്ഞു. തനിക്ക് ലഭിക്കില്ലെന്ന് ഉറപ്പായിട്ടും ആ സ്നേഹത്തെ അതിൻ്റെ ലക്ഷ്യത്തിലെത്തിക്കാൻ സഹായിക്കുക എന്നത് അവളൊരു കടമയായി ഏറ്റെടുത്തു. ശംഹൂറഷിൻ്റെ കോട്ടയിലേക്ക് നേരിട്ട് പോകുന്നത് ഇപ്പോഴും ആത്മഹത്യയ്ക്ക് തുല്യമാണ്, അവൾ പറഞ്ഞു. അവൻ്റെ സൈന്യത്തെ മുഴുവൻ എതിർത്തു തോൽപ്പിക്കാൻ നിനക്ക് കഴിഞ്ഞേക്കും. പക്ഷേ ശംഹൂറഷിൻ്റെ മാന്ത്രിക ശക്തിക്ക് മുന്നിൽ ഒരു മനുഷ്യനും പിടിച്ചു നിൽക്കാനാവില്ല. ബദറുൽ മുനീറിൻ്റെ മുഖത്ത് വീണ്ടും നിരാശയുടെ നിഴൽ വീണു. പിന്നെന്താണൊരു വഴി? ഒരു വഴിയുണ്ട്, മൈമൂന പറഞ്ഞു. ശംഹൂറഷിനേക്കാൾ ശക്തനായ ഒരാൾക്ക് മാത്രമേ അവനെ അടക്കാൻ കഴിയൂ. ജിന്നുകളുടെ ലോകത്തെ ഏറ്റവും നീതിമാനും ശക്തനുമായ രാജാവ്, എൻ്റെ പിതാവ്. ആ വാക്കുകൾ ബദറുൽ മുനീറിന് ഒരു പുതിയ പ്രതീക്ഷ നൽകി. ജിന്ന് രാജകുമാരിയുടെ പിതാവ്. ഒരുപക്ഷെ അദ്ദേഹത്തിന് സഹായിക്കാൻ കഴിഞ്ഞേക്കും. അദ്ദേഹം ഒരു മനുഷ്യനെ സഹായിക്കുമോ? മുനീർ സംശയത്തോടെ ചോദിച്ചു. സാധാരണഗതിയിലില്ല, മൈമുന സമ്മതിച്ചു. മനുഷ്യരുടെ കാര്യങ്ങളിൽ ഞങ്ങൾ ഇടപെടാറില്ല. പക്ഷേ നിന്റെ കഥ സാധാരണമല്ല. ശംഹുറഷ് ഒരു മനുഷ്യ സ്ത്രീയെ തട്ടിക്കൊണ്ടുവന്നത് ജിന്നുകളുടെ നിയമത്തിനും എതിരാണ്. മാത്രമല്ല, എൻ്റെ പിതാവിനെ ശംഹുറഷിൻ്റെ അഹങ്കാരത്തോട് പണ്ടേ എതിർപ്പുണ്ട്. നീ നിന്റെ സ്നേഹത്തിൻ്റെ സത്യം അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയാൽ ഒരുപക്ഷെ അദ്ദേഹം സഹായിച്ചേക്കും. അങ്ങനെ മൈമൂനയുടെ സഹായത്തോടെ ബദറുൽ മുനീർ ജിന്നുകളുടെ രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് യാത്രയായി. അതൊരു സാധാരണ യാത്രയായിരുന്നില്ല. ചിന്തിക്കുന്നതിനേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന മാന്ത്രിക കുതിരയുടെ പുറത്തുകയറി അവർ നക്ഷത്ര സമൂഹങ്ങളെയും താണ്ടി പ്രകാശവർഷങ്ങൾക്കപ്പുറമുള്ള ഒരു ലോകത്തേക്കാണ് പറന്നത്. ഒടുവിൽ വർണ്ണിക്കാൻ വാക്കുകളില്ലാത്ത ഒരു മഹാകൊട്ടാരത്തിനു മുന്നിൽ അവരെത്തി. മനുഷ്യൻ്റെ ഭാവനയിൽ പോലും രൂപം കൊള്ളാത്ത അത്രയും വലുതും മനോഹരവുമായിരുന്നു ആ കൊട്ടാരം. രാജസദസ്സിൽ രത്നങ്ങൾ പതിച്ച സിംഹാസനത്തിൽ ജിന്നരാജാവ് ഇരിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾക്ക് സൂര്യൻ്റെ ശോഭയുണ്ടായിരുന്നു, ശബ്ദത്തിന് മേഘങ്ങളുടെ ഗാംഭീര്യവും. ബദറുൽ മുനീർ എന്ന നിസ്സാരനായ മനുഷ്യനെ കണ്ടപ്പോൾ ആ മുഖത്ത് അത്ഭുതം വിരിഞ്ഞു. മൈമൂന നടന്ന കാര്യങ്ങളെല്ലാം പിതാവിനെ അറിയിച്ചു. ബദറുൽ മുനീറിൻ്റെയും ഹുസ്നുൽ ജമാലിൻ്റെയും പ്രണയകഥയും ശംഹൂറഷിൻ്റെ ചതിയും മുനീർ കടന്നുപോന്ന പരീക്ഷണങ്ങളും അവൾ വിവരിച്ചു. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ രാജാവ് ഗാഢമായ ഒരു മൗനത്തിലാണ്ടു. സദസ്സു മുഴുവൻ നിശബ്ദമായി. ഒടുവിൽ അദ്ദേഹം ബദറുൽ മുനീറിൻ്റെ നേരെ തിരിഞ്ഞു. ഹേ മനുഷ്യ, ആ ഗംഭീര ശബ്ദം മുഴങ്ങി. നിന്റെ പ്രണയം സത്യമാണെന്ന് നിന്റെ കണ്ണുകൾ പറയുന്നു. നിന്റെ ധൈര്യം നിന്റെ പ്രവൃത്തികൾ തെളിയിക്കുന്നു. പക്ഷേ ഒരു മനുഷ്യ സ്ത്രീക്കു വേണ്ടി ഇത്രയധികം സഹിക്കാൻ നിന്നെ പ്രേരിപ്പിക്കുന്നത് എന്താണ്? ഈ ലോകത്തെ ഏതൊരു സൗന്ദര്യവും നിന്റെ കാൽക്കീഴിലാക്കാൻ എൻ്റെ മകൾ തയ്യാറാണെന്നിരിക്കെ നീ എന്തിനാണ് ആ പഴയ ഓർമ്മകളെ മുറുകെ പിടിക്കുന്നത്? ബദറുൽ മുനീർ ഒട്ടും പതറാതെ രാജാവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. പ്രഭോ, ഹൃദയം ഒന്നേയുള്ളൂ, അത് നൽകാനും ഒരാൾക്കേ കഴിയൂ. എൻ്റെ ഹൃദയം ഞാൻ അവൾക്ക് നള്ളിക്കഴിഞ്ഞു. അവളില്ലാതെ ഈ ശരീരത്തിന് ആത്മാവില്ല. അതുകൊണ്ട് മറ്റേത് സൗന്ദര്യം കൺമുന്നിൽ വന്നാലും എൻ്റെ കണ്ണുകൾക്ക് അതൊരു നിറമില്ലാത്ത കാഴ്ച മാത്രമായിരിക്കും. ആ മറുപടി രാജാവിനെ തൃപ്തിപ്പെടുത്തി. അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു. നീ പറഞ്ഞത് സത്യം. സ്നേഹത്തിന് ജിന്നെന്നോ മനുഷ്യനെന്നോ വ്യത്യാസമില്ല. ശംഹൂർ റഷ് ചെയ്തത് തെറ്റാണ്. ഒരു രാജകുമാരന് ചേർന്ന പ്രവൃത്തിയല്ല അത്. ഞാൻ നിന്നെ സഹായിക്കാം. രാജാവിൻ്റെ സഹായ വാഗ്ദാനം ബദറുൽ മുനീറിൻ്റെ സിരകളിൽ ഒരു പുതിയ ഉണർവ് പകർന്നു. രാജാവ് തൻ്റെ മാന്ത്രിക ശക്തിയാൽ ഒരു ചിറകുള്ള കുതിരയെ സൃഷ്ടിച്ചു. അതിൻ്റെ ശരീരം വെളുത്ത മേഘം കൊണ്ടും കണ്ണുകൾ ഇന്ദ്രനീല കല്ലുകൊണ്ടുമായിരുന്നു നിർമ്മിച്ചത്. ഇതു നിന്നെ ശംഹൂറഷിൻ്റെ കോട്ടയുടെ വാതിൽക്കലെത്തിക്കും, രാജാവ് പറഞ്ഞു. ബദറുൽ മുനീർ മൈമൂനയോട് നന്ദി പറഞ്ഞു. ആ കണ്ണുകളിലെ ആത്മാർത്ഥത കണ്ട് മൈമൂനയുടെ ഹൃദയം വേദനിച്ചെങ്കിലും
അവൾ പുഞ്ചിരിച്ചു. വേഗം പോയി അവളെ കൂട്ടിക്കൊണ്ടുവരൂ, അവൾ പറഞ്ഞു. ആ അത്ഭുത കുതിരയുടെ പുറത്തേറി ബദ്രുൽ മുനീർ യാത്രയായി. ജിന്ന് രാജാവും ഒരു കറുത്ത മേഘത്തിൻ്റെ രൂപത്തിൽ അവനെ അനുഗമിച്ചു. അവർ ഖാഫ് മലനിരകൾക്ക് മുകളിലെത്തി. താഴെ കറുത്ത പാറകളിൽ തീപന്തങ്ങൾ പോലെ തിളങ്ങുന്ന ശംഹുറഷിൻ്റെ കോട്ട അവൻ കണ്ടു. അതിനു ചുറ്റും ആയിരക്കണക്കിന് ജിന്നുകൾ കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ജിന്ന് രാജാവിൻ്റെ സാന്നിധ്യം അറിഞ്ഞതും ആ കാവൽക്കാരെല്ലാം ഭയന്നു വഴിമാറി. ഒരു പോരാട്ടം പോലുമില്ലാതെ അവർ കോട്ടയുടെ പ്രധാന കവാടത്തിലെത്തി. ശംഹൂരഷ് തൻ്റെ സിംഹാസനത്തിൽ അഹങ്കാരത്തോടെ ഇരിക്കുകയായിരുന്നു. അപ്രതീക്ഷിതമായി ജിന്ന് രാജാവ് തൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് കണ്ട് അവൻ ഞെട്ടി എഴുന്നേറ്റു. അവൻ്റെ മുഖം വിളറി വെളുത്തു. അങ്ങിവിടെ, അവൻ വിക്കി. അതേ ശംഹുറഷ്. രാജാവിൻ്റെ ശബ്ദം ആ കോട്ടയെ പ്രകമ്പനം കൊള്ളിച്ചു. ഒരു നിരപരാധിയായ മനുഷ്യസ്ത്രീയെ തടവിൽ പാർപ്പിച്ച് ജിന്നുകളുടെ നിയമങ്ങളെ ലംഘിക്കാൻ നിനക്കെങ്ങനെ ധൈര്യം വന്നു? അവൾ എൻ്റെ ഇഷ്ടപ്രകാരമാണ് ഇവിടെ. ശംഹുറഷ് കള്ളം പറയാൻ ശ്രമിച്ചു. നിർത്തൂ, രാജാവ് അലറി. ആ പെൺകുട്ടിയെ ഇപ്പോൾ എൻ്റെ മുന്നിൽ ഹാജരാക്കുക. രാജകൽപ്പന ധിക്കരിക്കാൻ കഴിയാതെ ശംഹുറഷ് തൻ്റെ ഭടന്മാർക്ക് ആജ്ഞ നൽകി. കുറച്ചു കഴിഞ്ഞപ്പോൾ ആ വലിയ വാതിലുകൾ തുറക്കപ്പെട്ടു. 2 ജിന്ന് സ്ത്രീകളുടെ നടുവിലൂടെ, ക്ഷീണിച്ച് വിളറിയ മുഖത്തോടെ, എന്നാൽ ആ കണ്ണുകളിലെ തീക്ഷ്ണത അപ്പോഴും കെടാതെ, ഹുസ്നുൽ ജമാൽ ആ സദസ്സിലേക്ക് നടന്നു വന്നു. വർഷങ്ങൾക്കിപ്പുറം അവളെ വീണ്ടും കാണുകയാണ് ബദ്രുൽ മുനീർ. അവൻ്റെ ഹൃദയം ഒരു നിമിഷം നിലച്ചു പോയതുപോലെ തോന്നി. അവൾ ഒരുപാട് മാറിയിരിക്കുന്നു. പക്ഷേ അവളുടെ ആ നോട്ടത്തിനു മാത്രം ഒരു മാറ്റവുമില്ല. ഹുസ്നുൽ ജമാലിൻ്റെ ദൃഷ്ടി ആദ്യം പതിഞ്ഞത് ശംഹുറഷിൻ്റെയും ജിൻ രാജാവിൻ്റെയും മേലാണ്. പിന്നീട് യാദൃശ്ചികമായി അവൾ അരികിലേക്ക് നോക്കിയപ്പോൾ അവിടെ നിൽക്കുന്ന ആളെ കണ്ട് അവൾ സ്തബ്ധയായി. കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങൾ, ക്ഷീണിച്ച ശരീരം, പക്ഷേ ആ കണ്ണുകൾ, അവൾക്ക് ആ കണ്ണുകളെ മറക്കാൻ കഴിയില്ലായിരുന്നു. അതവളുടെ ബദ്രുൽ മുനീറിൻ്റെ കണ്ണുകളായിരുന്നു. അവൾക്ക് വിശ്വസിക്കാനായില്ല. ഇതൊരു സ്വപ്നമാണോ അതോ തൻ്റെ മനസ്സിൻ്റെ തോന്നലാണോ എന്നവൾ സംശയിച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ജമാൽ. ബദ്രുൽ മുനീറിൻ്റെ ശബ്ദം ആ മുറിയിൽ നീർത്ത ഒരു തേങ്ങലായി മുഴങ്ങി. ആ വിളി കേട്ടതും അവളുടെ എല്ലാ സംശയങ്ങളും അവസാനിച്ചു. അതവൻ തന്നെയാണ്, തൻ്റെ പ്രിയപ്പെട്ടവൻ. അവൾക്ക് ചുറ്റുമുള്ള ലോകം അവൾ മറന്നു. ശംഹൂർഷിനെയോ ജിൻ രാജാവിനെയോ അവൾ കണ്ടില്ല. അവൾ സർവശക്തിയുമെടുത്ത് അവന് നേർക്ക് ഓടി. മുനീർ! അവൻ്റെ നെഞ്ചിലേക്ക് വീഴുമ്പോൾ അവൾക്ക് ബോധം നഷ്ടപ്പെടുമെന്ന ഘട്ടത്തിലെത്തിയിരുന്നു. അവൻ അവളെ 2 കൈകളാലും ചേർത്തു പിടിച്ചു. വർഷങ്ങളുടെ വിരഹദുഃഖം ആ ഒരൊറ്റ നിമിഷത്തിലെ കണ്ണുനീരിൽ അലിഞ്ഞില്ലാതായി. അവർക്ക് സംസാരിക്കാൻ വാക്കുകളുണ്ടായിരുന്നില്ല. അവരുടെ ഹൃദയങ്ങൾ പരസ്പരം സംസാരിച്ചു. താൻ അനുഭവിച്ച വേദനകളും സഹിച്ച പരീക്ഷണങ്ങളും ഒരിക്കലും കൈവിടാത്ത പ്രതീക്ഷയും ആ ആലിംഗനത്തിലൂടെ അവർ പരസ്പരം കൈമാറി. ഈ കാഴ്ച കണ്ടുനിന്ന ജിൻ രാജാവിൻ്റെ കണ്ണുകളിൽ വലും ഒരു നനവു പടർന്നു. മൈമൂനയെക്കുറിച്ച് ഓർത്തപ്പോൾ അദ്ദേഹത്തിന് ദുഃഖം തോന്നി. ശംഹൂറഷാകട്ടെ അപമാനം കൊണ്ട് തലകുനിച്ചു നിന്നു. തൻ്റെ അധികാരവും ശക്തിയും ഒരു നിസ്സാരനായ മനുഷ്യൻ്റെ പ്രണയത്തിനു മുന്നിൽ ഒന്നുമല്ലാതായല്ലോ എന്ന ചിന്ത അവനെ തളർത്തി. ശംഹൂറഷ്! ജിന്ന് രാജാവിൻ്റെ ശബ്ദം ആ കോട്ടയുടെ കരിങ്കൽ ചുവരുകളിൽ തട്ടി പ്രതിധ്വനിച്ചു. അപമാനം കൊണ്ട് തലകുനിച്ചു നിന്ന ശംഹൂറഷ് പതിയെ തല ഉയർത്തി. അവൻ്റെ കണ്ണുകളിൽ ഭയവും വെറുപ്പും ഒരുപോലെ നിഴലിച്ചിരുന്നു. ശംഹൂറഷ്, നീ ജിന്നുകളുടെ രാജവംശത്തിന് അപമാനം വരുത്തിവെച്ചിരിക്കുന്നു. രാജാവ് തുടർന്നു. അധികാരം ദുർബലരെ പീഡിപ്പിക്കാനുള്ളതല്ല, മറിച്ച് അവരെ സംരക്ഷിക്കാനുള്ളതാണ്. നീ സ്നേഹത്തിൻ്റെ വില എന്താണെന്നറിഞ്ഞിട്ടില്ല. മറ്റൊരാളുടെ ഹൃദയത്തെ ബഹുമാനിക്കാൻ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ നിമിഷം മുതൽ നിന്റെ മാന്ത്രിക ശക്തികളെല്ലാം ഞാൻ തിരിച്ചെടുക്കുന്നു. അതും പറഞ്ഞ് രാജാവ് ശംഹൂറഷിന് നേരെ കൈ ചൂണ്ടിയതും അവൻ്റെ ശരീരത്തിൽ നിന്നും ഒരു പ്രകാശധാര പുറത്തേക്ക് വന്ന് രാജാവിൻ്റെ കൈകളിൽ അലിഞ്ഞു ചേർന്നു. ശംഹൂറഷ് ഒരു നിമിഷം വേദന കൊണ്ട് പൊളഞ്ഞു. അവൻ്റെ മുഖത്തെ പ്രൗഢിയും തേജസ്സും മാഞ്ഞു. അവനൊരു സാധാരണ ജിന്നായി മാറി. ഇനി നിന്റെ വാസം ഈ കൊട്ടാരത്തിലല്ല, രാജാവ് കൽപ്പിച്ചു.
ജിന്നുകളുടെ ലോകത്തെ ഏറ്റവും വിദൂരമായ സൂര്യപ്രകാശമെത്താത്ത ഇരുണ്ട താഴ്വരയിൽ 1000 വർഷത്തേക്ക് നീ തടവുകാരനായിരിക്കും. ഒരുപക്ഷേ ആ ഏകാന്തവാസം നിന്നെ വിനയമെന്താണെന്ന് പഠിപ്പിച്ചേക്കാം. രാജകൽപ്പന കേട്ട് ഭയന്നു വിറച്ച ഭടന്മാർ ഷംഹൂറഷിനെ പിടിച്ചു കെട്ടിക്കൊണ്ടുപോയി. അവൻ്റെ അലർച്ച ആ ഇടനാഴികളിൽ അലിഞ്ഞില്ലാതായി. അതോടെ ആ കോട്ടയിലെ തിന്മയുടെ അധ്യായം അവസാനിച്ചു. ബദ്റുൽ മുനീറും ഹുസ്നുൽ ജമാലും അപ്പോഴും പരസ്പരം വേർപെടാനാവാതെ നിൽക്കുകയായിരുന്നു. ജിന്നു രാജാവ് അവരുടെ അടുത്തേക്ക് വന്നു. അദ്ദേഹത്തിൻ്റെ മുഖത്തിപ്പോൾ ഒരു പിതാവിൻ്റെ വാത്സല്യം നിറഞ്ഞിരുന്നു. നിങ്ങളുടെ സ്നേഹം വിജയിച്ചിരിക്കുന്നു കുട്ടികളെ, അദ്ദേഹം പറഞ്ഞു. ഇനി നിങ്ങൾ നിങ്ങളുടെ ലോകത്തേക്ക് മടങ്ങണം. അവിടെ നിങ്ങളെ കാത്ത് ഒരുപാട് പേരുണ്ടാകും. ബദ്റുൽ മുനീർ അദ്ദേഹത്തിൻ്റെ കാൽക്കൽ വീണു. അങ്ങയുടെ കാരുണ്യമില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ നിമിഷം ലഭിക്കുമായിരുന്നില്ല. ഈ കടമെങ്ങനെ വീട്ടുമെന്ന് എനിക്കറിയില്ല. സ്നേഹിക്കുന്നവരെ ഒന്നിപ്പിക്കുന്നതിനേക്കാൾ വലിയ പുണ്യമില്ല. രാജാവ് അവനെ എഴുന്നേൽപ്പിച്ചു. എൻ്റെ മകൾക്ക് സന്തോഷം നൽകിയത് നീയാണ്. അവൾക്ക് നിന്നെ സ്നേഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും നിന്റെ സ്നേഹത്തിന് സാക്ഷിയാകാൻ കഴിഞ്ഞു. അതവളെ കൂടുതൽ ദയാലുവായി മാറ്റിയിരിക്കുന്നു. അതുതന്നെയാണ് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനം. അവർ ആ കോട്ടയിൽ നിന്നും പുറത്തേക്ക് നടന്നു. പുറത്ത് ആകാശത്ത് മൈമൂന അവരെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവളുടെ മുഖത്തൊരു പുഞ്ചിരിയുണ്ടായിരുന്നു. പക്ഷേ ആ കണ്ണുകൾ നേരിയൊരു നനവ് പടർന്നിരുന്നു. ഹുസ്നുൽ ജമാൽ മൈമൂനയുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ കൈകൾ കൂട്ടിപ്പിടിച്ചു. എൻ്റെ പ്രിയപ്പെട്ടവനെ എനിക്ക് തിരികെ തന്നത് നിങ്ങളാണ്. നിങ്ങളില്ലായിരുന്നെങ്കിൽ അവൾക്ക് വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അത് ഞാനല്ല, നിങ്ങളുടെ പ്രണയത്തിൻ്റെ ശക്തിയാണ്. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കാണാൻ എന്ത് ഭംഗിയാണെന്നോ. ബദ്റുൽ മുനീർ മൈമൂനയുടെ മുന്നിൽ നിന്നു. എന്തു പറയണമെന്ന് അവൻ അറിയില്ലായിരുന്നു. വാക്കുകൾ കൊണ്ട് തീർക്കാൻ കഴിയുന്നൊരു കടപ്പാടായിരുന്നില്ല അത്. അവൻ തൻ്റെ അരയിൽ നിന്നും ഒരു ചെറിയ മരത്തിൽ കൊത്തിയുണ്ടാക്കിയ ഒരു പക്ഷിരൂപം പുറത്തെടുത്തു. മരുഭൂമിയിലൂടെയുള്ള യാത്രയിൽ രാത്രിയിൽ ഉറക്കമിളച്ചിരുന്ന അവൻ കൊത്തിയുണ്ടാക്കിയതായിരുന്നു അത്. ഇതെൻ്റെ ലോകത്തു നിന്നുള്ള ഒരു ചെറിയ സമ്മാനമാണ്. അവിടുത്തെ സ്നേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി. അവനത് അവൾക്ക് നേരെ നീട്ടി. മൈമൂന വിറക്കുന്ന കൈകളോടെ അത് വാങ്ങി. ആ മരപ്പക്ഷിയെ അവൾ നെഞ്ചോട് ചേർത്തപ്പോൾ അവനുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഒരുപക്ഷെ അവനുടെ നീണ്ട ജീവിതത്തിൽ ഏറ്റവും വിലപിടിപ്പുള്ള സമ്മാനം അതായിരിക്കാം. യാത്ര പറയേണ്ട സമയമായി, ജിന്ന് രാജാവ് പറഞ്ഞു. അദ്ദേഹം വീണ്ടും ആ ചിറകുള്ള കുതിരയെ സൃഷ്ടിച്ചു. ഇത് നിങ്ങളെ നിങ്ങളുടെ രാജ്യത്തിൻ്റെ അതിർത്തി വരെ എത്തിക്കും. അവിടെ നിന്ന് നിങ്ങൾ തനിച്ചു പോകണം. മനുഷ്യരുടെ ലോകത്ത് ഞങ്ങൾക്ക് അധിക നേരം നിൽക്കാൻ കഴിയില്ല. അവസാനമായി എല്ലാവരോടും യാത്ര ചോദിച്ച് ബദ്റുൽ മുനീറും ഹുസ്നുൽ ജമാലും ആ മാന്ത്രിക കുതിരയുടെ പുറത്തു കയറി. കുതിര ആകാശത്തിലേക്ക് പറന്നുയർന്നു. താഴെ ജിന്നുകളുടെ അത്ഭുത ലോകം ഒരു സ്വപ്നം പോലെ അകന്നുപോയി. അവർ വർഷങ്ങൾക്ക് ശേഷം തങ്ങളുടെ ലോകത്തിൻ്റെ ഗന്ധം ശ്വസിച്ചു. ഇളം കാറ്റിൽ മരങ്ങളുടെയും മണ്ണിൻ്റെയും പൂക്കളുടെയും ഗന്ധം കലർന്നിരുന്നു. സൂര്യരശ്മിക്ക് തങ്ങളുടെ നാട്ടിലെ അതേ ചൂടായിരുന്നു. സാധാരണ പക്ഷികളുടെ ചിലക്കൽ അവർക്ക് സംഗീതം പോലെ തോന്നി. ആ നിമിഷം തങ്ങൾ വീട്ടിലെത്തിയെന്ന് അവർക്ക് തോന്നി തുടങ്ങി. ആ മാന്ത്രിക കുതിര അവരെ അവരുടെ രാജ്യത്തിൻ്റെ അതിർത്തിയിലെ ഒരു പുൽമേട്ടിൽ സുരക്ഷിതമായി ഇറക്കി. അതൊരു നിമിഷം അവർ നോക്കി തലകുലുക്കി, ഒരു നന്ദി പ്രകാശനം പോലെ. പിന്നെ വന്നതുപോലെ തന്നെ വായുവിൽ അലിഞ്ഞില്ലാതായി. വർഷങ്ങൾക്ക് ശേഷം അവർ വീണ്ടും തങ്ങളുടെ സ്വന്തം മണ്ണിൽ കാലുകുത്തി. അവർ പരസ്പരം കൈകൾ കോർത്തുപിടിച്ചു. അവരുടെ വേഷം പഴയതും കീറിയതുമായിരുന്നു. രൂപം ക്ഷീണിച്ചിരുന്നു. പക്ഷേ ആ കണ്ണുകളിൽ ഒരു പുതിയ പ്രകാശമുണ്ടായിരുന്നു. ഒരുമിച്ചൊരു ജീവിതം തുടങ്ങാൻ പോകുന്നതിൻ്റെ പ്രകാശം. അവർ അടുത്തുള്ള ഒരു ഗ്രാമത്തിലേക്ക് നടന്നു. അവിടെയുള്ള ആളുകൾക്ക് അവരെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. അവരൊരു സത്രത്തിൽ അഭയം തേടി. അവിടെ വെച്ചാണ് അവർ രാജ്യത്തെ വാർത്തകൾ അറിയുന്നത്. അവർ പോയതിനു ശേഷം ഒരുപാട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഹുസ്നുൽ ജമാലിനെ കാണാതായതിൻ്റെ ദുഃഖത്തിൽ രാജാവ് ഒരുപാട് അവശനായിരിക്കുന്നു. അദ്ദേഹം ഭരണകാര്യങ്ങളിൽ ശ്രദ്ധിക്കാതെയായി. കൊട്ടാരത്തിൽ എപ്പോഴും ഒരുതരം മൂകത തളം കെട്ടി നിൽക്കുകയാണ്. മകളെ ഓർത്ത് അദ്ദേഹം ഓരോ ദിവസവും നീറി ജീവിക്കുകയാണ്. ബദ്റുൽ മുനീറിൻ്റെ പിതാവായ മന്ത്രിയും മകൻ്റെ വേർപാടിൽ തകർന്നിരിക്കുകയാണ്. അദ്ദേഹം തൻ്റെ പദവികളെല്ലാം ഉപേക്ഷിച്ച് മകൻ തിരികെ വരുമെന്ന പ്രതീക്ഷയിൽ പ്രാർത്ഥനയോടെ ജീവിക്കുന്നു. ഈ വാർത്തകൾ കേട്ടപ്പോൾ അവരുടെ ഹൃദയം വേദനിച്ചു. തങ്ങളുടെ പ്രണയം കാരണം ഒരുപാട് പേർ വേദനിച്ചല്ലോ എന്ന് അവർ ഓർത്തു. ഇനി ഒട്ടും വൈകിക്കൂടാ എന്ന് അവർ തീരുമാനിച്ചു. അടുത്ത ദിവസം രാവിലെ അവർ കൊട്ടാരം ലക്ഷ്യമാക്കി നടന്നു. അവരുടെ വരവ് ആദ്യം ആരും വിശ്വസിച്ചില്ല. മരിച്ചുപോയതെന്ന് കരുതിയ രാജകുമാരിയും നാടുവിട്ടുപോയ മന്ത്രിപുത്രനും തിരിച്ചു വന്നിരിക്കുന്നു എന്ന വാർത്ത
കാട്ടുതീ പോലെ രാജ്യമെങ്ങും പടർന്നു. വാർത്ത കൊട്ടാരത്തിലുമെത്തി. ആദ്യം രാജാവ് അത് വിശ്വസിച്ചില്ല. ആരോ തന്നെ കളിയാക്കുകയാണെന്ന് അദ്ദേഹം കരുതി. പക്ഷെ വാർത്തയുമായി വരുന്നവരുടെ എണ്ണം കൂടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഒരു പ്രതീക്ഷയുടെ തിരുനാളം തെളിഞ്ഞു. അദ്ദേഹം തൻ്റെ വിശ്വസ്തരായ ഭടന്മാരെ അയച്ചു. അവർ തിരിച്ചു വന്നത് ആ അവിശ്വസനീയമായ സത്യവുമായാണ്. രാജാവ് സിംഹാസനത്തിൽ നിന്നും ഓടിയിറങ്ങി. കൊട്ടാരത്തിന്റെ പ്രധാന കവാടത്തിൽ ജനക്കൂട്ടത്തിന് നടുവിൽ നിൽക്കുന്ന തന്റെ മകളെ അദ്ദേഹം കണ്ടു. വർഷങ്ങൾ അദ്ദേഹത്തിന്റെ ശരീരത്തെ തളർത്തിയിരുന്നെങ്കിലും ആ നിമിഷം ഒരു യുവരാജാവിന്റെ ശക്തിയോടെ അദ്ദേഹം അവളുടെ അടുത്തേക്ക് ഓടി. എൻ്റെ മോളെ, അദ്ദേഹത്തിന് വാക്കുകൾ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം അവളുടെ കാൽക്കൽ വീണു. എന്നോട് ക്ഷമിക്കൂ, എൻ്റെ അഹങ്കാരമാണ് എല്ലാത്തിനും കാരണം. നിന്റെ സ്നേഹത്തെ ഞാൻ തിരിച്ചറിഞ്ഞില്ല. ഹുസ്നുൽ ജമാൽ അച്ഛനെ എഴുന്നേൽപ്പിച്ച് കെട്ടിപ്പിടിച്ചു. ആ അച്ഛനും മകളും വർഷങ്ങൾക്ക് ശേഷം ഒന്നിക്കുകയായിരുന്നു. രാജാവിൻ്റെ കണ്ണുകൾ ബദ്രുൽ മുനീറിനെ തേടി. അദ്ദേഹം അവൻ്റെ മുന്നിൽ ചെന്ന് അവൻ്റെ കൈകൾ പിടിച്ചു. നീയാണ് യഥാർത്ഥ രാജകുമാരൻ. എൻ്റെ മകൾക്ക് നിന്നേക്കാൾ നല്ലൊരു ഭർത്താവിനെ കിട്ടാനില്ല. രാജ്യം മുഴുവൻ ഒരു ആഘോഷത്തിലേക്ക് ഉണർന്നു. ദിവസങ്ങൾ നീണ്ടുനിന്ന ആഘോഷം. നാടിൻ്റെ നാനാഭാഗത്തു നിന്നും ജനങ്ങൾ ആ പ്രണയിനികളെ ഒരു നോക്ക് കാണാൻ ഒഴുകിയെത്തി. അവരുടെ പ്രണയകഥ ഒരു ഇതിഹാസമായി മാറുകയായിരുന്നു. ഒടുവിൽ ആ ശുഭമുഹൂർത്തം വന്നെത്തി. ആയിരക്കണക്കിന് ദീപങ്ങൾ സാക്ഷിയാക്കി രാജകൊട്ടാരത്തിൻ്റെ മുറ്റത്തൊരുക്കിയ കല്യാണ മണ്ഡപത്തിൽ വെച്ച് ബദ്രുൽ മുനീർ ഹുസ്നുൽ ജമാലിൻ്റെ കഴുത്തിൽ താലി ചാർത്തി. അവരുടെ കണ്ണുകൾ പരസ്പരം കോർത്തു. ആ കണ്ണുകളിൽ തങ്ങൾ അനുഭവിച്ച വേദനകളുടെയും സഹിച്ച വിരഹത്തിൻ്റെയും നേടിയ വിജയത്തിൻ്റെയും കഥ മിന്നിമറിയുന്നുണ്ടായിരുന്നു. അവരുടെ പ്രണയം വിജയിച്ചിരിക്കുന്നു. ആ കഥ പിന്നീടൊരു മഹാകവി മനോഹരമായൊരു കാവ്യമാക്കി മാറ്റി. ഇന്നും നമ്മുടെയൊക്കെ രാത്രികളെ മനോഹരമാക്കുന്ന, പ്രണയത്തിൽ വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരനശ്വര കാവ്യം. ഇപ്പോൾ ആ കഥയുടെ തിരമാലകൾ അടങ്ങുമ്പോൾ നമ്മുടെ കൺപോളകൾക്ക് ഭാരം വയ്ക്കുന്നത് പോലെ തോന്നുന്നു. ബദ്രുൽ മുനീറിൻ്റെയും ഹുസ്നുൽ ജമാലിൻ്റെയും യാത്രയിലെ പ്രതിസന്ധികളെയും വിജയങ്ങളെയും കുറിച്ച് നമ്മൾ കേട്ടു. അവരുടെ ലോകത്തു നിന്നും നമ്മൾ പതിയെ നമ്മുടെ സ്വന്തം ലോകത്തേക്ക്, നമ്മുടെ കിടക്കയുടെ സുരക്ഷിതത്വത്തിലേക്ക് തിരികെ എത്തുകയാണ്. പുറത്തെ ലോകം നിശബ്ദമായി തുടങ്ങിയിരിക്കുന്നു. രാത്രിയുടെ തണുപ്പ് മുറിയിൽ പതിയെ നിറയുന്നു. ഓരോ ശ്വാസത്തിലും ഈ ദിവസത്തെ എല്ലാ ഭാരങ്ങളും പുറത്തേക്ക് ഒഴുക്കിവിടുക. നിങ്ങളുടെ മനസ്സും ശരീരവും ഇപ്പോൾ പൂർണ്ണമായി വിശ്രമിക്കാൻ തയ്യാറാണ്. സ്നേഹത്തിനും പ്രതീക്ഷയ്ക്കും ഏതൊരു പ്രതിസന്ധിയെയും അതിജീവിക്കാൻ കഴിയുമെന്ന ഒരു ചെറിയ ചിന്ത മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് പതിയെ ഉറക്കത്തിലേക്ക് വഴുതി വീഴാം. സ്വപ്നങ്ങളുടെ ലോകത്ത് ഒരുപക്ഷെ നിങ്ങൾക്കും പറക്കുന്ന കുതിരകളെയും സംസാരിക്കുന്ന നക്ഷത്രങ്ങളെയും കാണാൻ കഴിഞ്ഞേക്കാം. അവിടെ ഭയമില്ല, വേദനകളില്ല, സ്നേഹവും ശാന്തിയും മാത്രം. ഈ കഥയിലേതുപോലെ നിങ്ങളുടെ എല്ലാ യാത്രകളും സന്തോഷകരമായ ഒരു ലക്ഷ്യത്തിലെത്തട്ടെ. നല്ല സ്വപ്നങ്ങൾ കണ്ട് സമാധാനമായി ഉറങ്ങുക. പ്രിയ സ്വപ്നസഞ്ചാരി, നിങ്ങൾക്ക് ഞാനൊരു നല്ല ശുഭരാത്രി നേരുന്നു.